കൂട്ടായ്മയാണ് കേരള ഓണ്ടർപ്രനേഴ്സ് നെറ്റ്വർക്ക്. അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഒരുമിച്ച് വന്നിട്ടുള്ളത്. എങ്കിലും കെന്നിയുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഒരു ഇൻഡസ്ട്രിയിലോ ഒരു ബിസിനസ് മേഖലയിലോ ഉള്ള ആളുകൾ ഒരാളെ മാത്രമേ നമ്മൾ ഇതിൽ അംഗമാവുള്ളൂ. സോ വി വാണ്ട് ടു കമ്പീറ്റ് ബിറ്റ്വീൻ ദം. ഇപ്പോൾ ഒരേ മേഖലയിലുള്ള രണ്ട് ആളുകൾ വരുമ്പം നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഉണ്ടാകാനിടയുള്ള മത്സരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വ്യത്യസ്ത മേഖലയുള്ളവരാണ്. നമ്മുടെ ഇന്നത്തെ പേസിൽ ജീവിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരനാവുക, ഒരു ഓണ്ടർപ്രണർ ആവുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി തോന്നിയേക്കാമെങ്കിലും ജീവിതത്തിന്റെ കെട്ടുറപ്പിന് ഏറ്റവും ആവശ്യമായ ഭാവിക്ക് ഉതകുന്ന ഒരു മേഖലയാണ് ഓണ്ടർപ്രണർഷിപ്പ്. നമ്മുടെയൊക്കെ മുൻകാലങ്ങളിൽ ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ജോലി നേടുക, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി കയറുക, ആ സർക്കാർ ജോലിയിൽ കിട്ടുന്ന വരുമാനം അതിനുശേഷം പെൻഷൻ ആവുക, അതൊക്കെയാണ് സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ്. പക്ഷെ ഇന്ന് ലോകത്താകമാനം ഓണ്ടർപ്രണർഷിപ്പുകൾ, സ്റ്റാർട്ടപ്പുകൾ എന്ന പേരിൽ ഇന്ന് ചെറിയ ചെറിയ സംരംഭങ്ങൾ, ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങുന്ന സംരംഭങ്ങൾ ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്തി നിൽക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. സാറിവിടെ പറഞ്ഞ പോലെ 11ാം വയസ്സിൽ തുടങ്ങി വെച്ച ഒരു സംരംഭകൻ ഇവിടെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. ലോകത്തിലെ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഓട്ടോ ഓണ്ടർപ്രണർ. 13ാം വയസ്സിൽ ഓണ്ടർപ്രണറായ വാറൻ ബഫറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയിൽ ഓണ്ടർപ്രണർഷിപ്പിനുള്ള പ്രാതിനിധ്യം അല്ലെങ്കിൽ അതിലേക്കുള്ള നമ്മളെ നയിക്കുന്ന കാഴ്ചപ്പാടുകൾ ഇനിയും മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാൽ, ഒരു മാസവരുമാനക്കാരനായാൽ ഞാൻ ഉറപ്പിച്ചു പറയാൻ കഴിയും, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായും നിങ്ങൾക്ക് സാധിക്കാൻ പറ്റില്ല. ഒരു സംരംഭകനായാലും സാധിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു മാസവരുമാന ജോലിക്കാരനാകുന്നതിനേക്കാൾ വളരെ വലുതായിരിക്കും നിങ്ങളൊരു സംരംഭകനായാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സൗഭാഗ്യങ്ങളെക്കപ്പുറത്തേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. നിങ്ങളുടെ എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ, അല്ലേ? പല പല കാര്യങ്ങൾ, നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ. അത് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ യു നീഡ് ടു സ്റ്റാർട്ട് തിങ്കിങ് ഓഫ് ഹാവിങ് സം ഓണ്ടർപ്രണർഷിപ്പ്, ഓൺലൈൻ ഓർ ഓഫ്ലൈൻ, വാട്ട് എവർ. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ സ്വയം കണ്ടെടുക്കേണ്ട മാതൃകകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. പല പല മാതൃകകൾ. അതിലൊരു 7 മാതൃകകളാണ് ഞങ്ങൾ. യു ക്യാൻ ഹാവ് അസ്, യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. ഞങ്ങൾ കഴിയുന്ന രീതിയിൽ, കാരണം നിങ്ങൾ പഠിക്കുന്നത്, ഞാനും നിങ്ങളും പഠിച്ചതൊക്കെ പ്രായോഗിക തലത്തിലുള്ള ബിസിനസ് മോഡലുകളല്ല. നമ്മൾ കൊമേഴ്സ് പഠിക്കുന്നതും ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്നതൊന്നുമല്ല യഥാർത്ഥത്തിൽ റിയലി ബിസിനസ്. അതിൻ്റെ ഒരു 10% മാത്രമായിരിക്കും. When you come into practically, we need to face lot of things, very difficult situations. പക്ഷെ അങ്ങനെ അതൊക്കെ കടന്നു വന്നവരൊക്കെ ജീവിതത്തിന്റെ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ ഇന്ന് അഭിമാനത്തോടെ കാത്തുവെക്കുന്നുണ്ട്. അത്തരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി I just wanted to emphasize what you should do, that to think of having entrepreneurship from now on. Don't think of having a monthly salary job. Maybe it is controversial, but again I am saying, if you would like to go for a job, you will get a fixed monthly amount that can be very less for your lifestyle, whatever. പക്ഷേ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ അതൊരു ചെറിയ പെട്ടിക്കട ആയിക്കോട്ടെ, ചെറിയ ഓൺലൈൻ ഷോപ്പ് ആയിക്കോട്ടെ, ചെറിയ ഐസ്ക്രീം ആയിക്കോട്ടെ, ചെറിയ IT entrepreneurship ആയിക്കോട്ടെ, whatever, you need to think of entrepreneurship. Wish all the very best. Thank you. Thank you, sir. And we will move on to Rajeshwari madam.
She's the MD of Comtech Power India Limited. Very sad to know that she was not part of SD College at some point, but she brings a lot of experience from the industry. She will address you on the initial remarks and then we will follow it. Thank you, SD College Management, for inviting Ken, and I'm just very proud to be here as part of Ken, inviting us here to speak on entrepreneurship in front of this vibrant, ambitious. I know you will be a future business leaders. So, yes, I just want to thank him for my introduction. Yeah, Vinith sir, for the introduction. I'm doing a solar power system business in Alapura. It's in Paravid. We do. You might have heard about solar power system, right? It's what is it actually? What we do in solar? Any guess? Yeah, generating electricity, right? Through solar, it's abundance. So we are integrator actually. Cromtech is my company's name. We are integrators. We do projects all over Kerala. We do commercial, residential, and now we are into industrial also. So being an entrepreneur is actually fun because a lot of challenges we have to face. As he said that don't be a monthly based salaried person, be an entrepreneur. I also studied commerce in Pune. When I was in your age, when I used to sit like this, ഇങ്ങനെ ഇരിക്കുമ്പോൾ മലയാളം കുറച്ചൊക്കെ പറയാം കേട്ടോ, ഇങ്ങനെ ഇരിക്കുമ്പോൾ I will be always on the last seat. പിന്നെ എനിക്ക് എപ്പോഴും ഞങ്ങളുടെ സാറ് പറയാറുള്ളത് ഒരു പേപ്പറും പെനും വെച്ചിരിക്കണം. കാരണം ഇങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും ദാറ്റ് വിൽ ക്ലിക്ക് ഇൻ യുവർ മൈൻഡ്. നാളെ എന്ത് ചെയ്യണം? ഇവിടെ ഇരിക്കുന്നവരുടെ മേ ബി 10% ഓഫ് ദം ഹാവ് ഐഡിയ വാട്ട് ടു ഡു നെക്സ്റ്റ്. ആണോ? ഓ എല്ലാവർക്കും ഐഡിയ ഉണ്ടോ വാട്ട് നെക്സ്റ്റ്? No, just sitting blank, right? It was with me also when I was in commerce. I was doing my commerce graduation. I was just blank. I don't know what next will happen. But അങ്ങനെ സ്ക്രിബിൾ ചെയ്തിരിക്കും ബാക്കിൽ ഓരോരുത്തർ പറയും. പക്ഷെ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഒരു സെൻറ്റൻസ് ആണ് എനിക്ക് ക്ലിക്ക് ചെയ്തത് ഇതാണ്. നാളെ നമ്മളിപ്പോൾ കോമേഴ്സ് ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ കോമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ സമയത്ത് ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ ഇൻ 1995. സോ ആ സമയത്ത് കോമേഴ്സ് എന്ന് പറയുമ്പോൾ ഐദർ യു വിൽ ബി എ ബിസിനസ് മാൻ ഓർ യു വിൽ ഡു സം സെക്രട്ടറിയൽ ജോബ്. അങ്ങനെയാണ് കോമേഴ്സ് എന്ന് പറയുമ്പോൾ. ആ ഒരു തിങ്കിങ് ആണ് എല്ലാവരുടെയും. പൂനെയിലാവുമ്പം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് particularly for Gujaratis, Sindhis and Rajasthanis. ബാക്കി എല്ലാവരും they go for secretarial jobs or companies-ൽ job എടുക്കാൻ പോകും. One leader was there and I was speaking like that. ഇനി ഇപ്പോൾ അടുത്തത് നിങ്ങൾ ചിലപ്പോൾ സെക്രട്ടറി ആവാനായിരിക്കും പോണേ. Got it? So that moment click, no, I am not doing commerce to do a secretarial job. ഞാൻ ബിസിനസ് ചെയ്യും. ആ സമയത്ത് തന്നെ ഈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്നത് ഐ വിൽ ബി ഡൂയിങ് ബിസിനസ്. ബട്ട് ഐ ഡോണ്ട് നോ വാട്ട്, എങ്ങനെ ചെയ്യുന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞു, മാസ്റ്റേഴ്സ് ഒന്നും ചെയ്യാൻ പോയില്ല, തേടാൻ പോയി എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടതെന്ന്. സോ ആസ് എ ലേഡി നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തൊക്കെയാണ്? ആദ്യം പ്രൊഫഷനായിട്ട് ചിന്തിക്കുമ്പോൾ അക്കൗണ്ടൻറ്റോ ബാങ്കിങ്ങോ ടീച്ചറോ ഇങ്ങനെയൊക്കെ ആയി പോണതായിരിക്കും. പക്ഷെ എനിക്ക് അതൊന്നും വേണ്ടായിരുന്നു. എനിക്ക് സംതിങ് ഡിഫറെൻറ്റ്. 1996-ലാണ് ഈ നമ്മുടെ ഇൻവേർട്ടേഴ്സ് ഇറങ്ങിയത്, സ്റ്റോറേജ് സിസ്റ്റം. അപ്പോൾ ആ ഇൻവേർട്ടേഴ്സ് ഇറങ്ങിയപ്പോൾ എനിക്കത് വേണമായിരുന്നു, മാനുഫാക്ചർ ചെയ്യണമായിരുന്നു. ദോ ഐ എം നോട്ട് എൻ എഞ്ചിനീയർ, but I thought being a commerce student, commerce-ന്റെ ഒരു പ്രത്യേകത you can choose any field. ഏത് വേണമെങ്കിൽ നമുക്ക് പോവാം. ബിസിനസ് എന്ന് പറയുമ്പോൾ ഏത് ഫീൽഡ് ചൂസ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് കോമേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ് ചൂസ് ചെയ്യാൻ പറ്റില്ല. Now what I am doing is I am doing totally engineering, right? Completely engineering, an electrical field ആണ്.
I'm proud to be in this field. So I want you all to think in a positive way and don't let anyone tell you that you can't do it. You can be a good entrepreneur. Thank you. Thank you, madam, for the initial remarks. We have Srimati Geeta Alex. She's a managing director for India Travel Line, basically focusing on domestic tourism. And she was on the way to this room. She was talking about the pillars where she used to stand during her college days here. And probably she has sat in this classroom. This was also a language classroom earlier. So being a student of SDC, it's a privilege for us to welcome you to address all our students. Good evening to all. സാറ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇവിടുത്തെ ഓരോ പില്ലേഴ്സിനും നമ്മളെ ഓരോ സ്റ്റോറി കാണും. അതുപോലെ ആയിരുന്നു. പക്ഷെ എനിക്കിപ്പോ ആദ്യം പറയാനുള്ള, ഞങ്ങളൊക്കെ പഠിച്ചു വെച്ചോക്കുമ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര നല്ല പിള്ളേരാ. കാരണം ഞങ്ങളൊക്കെ വെക്കുമ്പോ ഇങ്ങനെ ഒരു സിമ്പോസിയം ഒന്നും വെച്ചാല് ഞങ്ങളൊന്നും കേൾക്കത്തില്ല, മുഴുവൻ കൂവല. ഇവിടെ ഇരുന്ന് ആരോ എന്തോ പറയുന്നു, പുറകെ ഇരുന്ന് കൂവുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര നല്ല ഡീസന്റ് പിള്ളേരാണ് കേട്ടോ. എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. സംശയം ഉണ്ടെങ്കിൽ എന്റെ ബാച്ചിലുണ്ടായിരുന്ന ബെന്നിയാണ്. ബെന്നിയോട് ചോദിക്കാം, അല്ലേ കൂവലില്ലാത്തൊരു ഓഡിറ്റോറിയം ഇല്ല. എന്നതാ എന്തിനാടാ കൂവിയത്? അത്ര ഉള്ളായിരുന്നു. പക്ഷെ ഇതൊക്കെ ഭയങ്കര നല്ലതായിട്ടുണ്ട് നിങ്ങള്. പിന്നെ എല്ലാരും ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഓരോ മേഖലയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എല്ലാരും കുറച്ച് സീരിയസ് മേഖലകളാണ്. ഞാനൊരു ഫ്രീ മേഖല, അതായത് ട്രാവലിംഗ്, എൻജോയ്, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ട്രാവൽ, ടൂറിസം, ഫുഡിങ്, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ കാര്യം. നമ്മുടെ ഈ ഒരു ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഞാൻ കാണുന്നത്, നമ്മൾ ഒരിക്കലും ബോറടിക്കത്തില്ല ഈ ജോലി. കാരണം എന്നും നമ്മൾ കാണുന്ന പുതിയ ആൾക്കാരെയാണ്. നമ്മൾ എന്നും പുതിയ പുതിയ ആൾക്കാരുമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. നമ്മൾ പുതിയ സ്ഥലങ്ങൾ പോണു. ഇപ്പം ആരെങ്കിലും ഒരാൾ ട്രാവൽ ചെയ്യുക ഇന്നടുത്ത് പോയി എന്ന് പറഞ്ഞാലും വന്ന ഉടനെ ഞാൻ ചോദിക്കും, എന്തുണ്ട് പോയിട്ട് വിശേഷം? നമുക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങളെല്ലാവരും, ഞാൻ ട്രാവൽ ചെയ്ത് ട്രാവൽ ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളാണ്. അതായത് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ എൻ്റെ വീട്ടുകാർ എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, എവിടെ ടൂറിന് പോയാലും വിടുമായിരുന്നു. അവർ കൊണ്ടുപോകത്തൊന്നുമില്ല. അന്ന് ഞങ്ങളുടെ കാലത്തൊന്നും ഇങ്ങനെ ഹോളിഡേയ്സ് പോകുന്നൊന്നും അധികം ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് വല്ലപ്പോഴും ഒരു ടൂർ പോകുന്ന അമ്മയുടെ സിസ്റ്ററിന്റെ വീട്ടിലൊന്ന് എറണാകുളം പോകും, അല്ലെ ട്രിവാൻഡ്രം പോകും. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ വലിയ യാത്ര. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ വിട്ട് ഈ ട്രാവൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ജോബ് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ കൂടെ ചെയ്യാവുന്ന ഒരു ജോലിയാണ് ഈ ട്രാവൽ ഇൻഡസ്ട്രിയിലെ ജോലി. കാരണം നമുക്കതൊരു സൈഡ് ജോബ്. ഇപ്പം സുബൈർ പറഞ്ഞു, നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോബിലും നല്ലത് എപ്പോഴും സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതാണ് നല്ലത്. ഒരു ഗവൺമെന്റ് ജോബ് ചെയ്യുന്ന ഒരാളാണെ പോലും അയാൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി, അയാൾക്ക് കഴിവുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ, ആരും വേണ്ട, നമുക്ക് കുറച്ച് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പോലും ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ട്രാവൽ ഇൻഡസ്ട്രി. അതായത് നിങ്ങളുടെ തന്നെ റിലേറ്റീവ്സ് ചിലപ്പം ബോംബെ കാണും, ഡൽഹി കാണും, അല്ലെ ഔട്ട് ഓഫ് ഇന്ത്യ കാണും. അവരാരെങ്കിലും പറയാം, ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് ടൂറ് പോകണം. നിങ്ങളാർക്കും, ഞാൻ മൂന്നാർ പോയിട്ടുണ്ട്, തേക്കടി പോയിട്ടുണ്ട്. ഓക്കെ, വെബ്സൈറ്റിൽ നോക്കി നല്ല ഹോട്ടൽസ് കണ്ടു, നിങ്ങൾ തന്നെ വിളിച്ചു വെച്ചു, നിങ്ങൾ തന്നെ ഒരു കമ്പനി ഫോം ചെയ്തു, 1-2 ഫ്രണ്ട്സ് കൂടി. നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോക്കറ്റ് മണി ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു ഫീൽഡാണ് ട്രാവൽ ഇൻഡസ്ട്രി. കാരണം നമ്മൾ ചെയ്യുന്നത് നല്ല സ്ഥലങ്ങൾ മാത്രം, നമ്മൾക്ക് വിശ്വാസമുള്ള ഹോട്ടൽസ്, വിശ്വാസമുള്ള ട്രാവൽസ്, കാറ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോഴേ സൈഡ് ബിസിനസ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ 3rd ഇയർ ആണെന്ന് പറഞ്ഞു, ഒരു വെക്കേഷൻ ഉണ്ടല്ലോ, അപ്പോഴേ നിങ്ങൾക്ക് തന്നെ ഇപ്പോഴേ യങ് ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് വരാനുള്ള ഒരു ഫീൽഡാണ് ട്രാവൽ ഇൻഡസ്ട്രി. അതായത് വലിയ മുടക്കൊന്നുമില്ല, നല്ല എൻജോയ് ചെയ്ത് ചെയ്യാവുന്ന ഒരു ജോലിയാണ്, ഒരിക്കലും ബോറടിക്കാത്ത ഒരു ഫീൽഡുമാണ് ട്രാവൽ ഇൻഡസ്ട്രി. അത്രേ ഉള്ളൂ എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയെ പറ്റി പറയാൻ. പിന്നെ നിങ്ങൾ കഴിയുന്നതും കിട്ടുന്നതുമായ സമയത്ത് നിങ്ങളുടെ പോക്കറ്റ് മണി അനുസരിച്ചും എല്ലാം നിങ്ങൾ ട്രാവൽ ചെയ്യുക, നിങ്ങൾ ലോകം കാണുക. ട്രാവലിംഗ് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ ഒത്തിരി നിങ്ങളുടെ ആ ഒരു കവറേജിനകത്ത് നിങ്ങൾ പുറത്തോട്ട് വരും. എല്ലാവരും ട്രാവൽ ചെയ്യുക, അവനവനാവുന്നത് പോലെ ട്രാവൽ ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക, കോളേജ് ഡേയ്സ് എൻജോയ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു വേവ് ലെങ്തിലുള്ളവരെ നിങ്ങൾക്ക് അറിയാമല്ലോ.
നിങ്ങൾ എല്ലാവരും കൂടെ കുഞ്ഞു ഒരു ട്രാവൽ ഏജൻസിയോ എന്തെങ്കിലും ചെറുതായിട്ട് ഇപ്പോഴേ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അങ്ങനെ ഇപ്പോഴേ നിങ്ങൾ മുമ്പോട്ട് വരിക. നിങ്ങളൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. എനിക്ക് തോന്നുന്നു ഒരു ട്രൂ SDCN സംസാരിക്കുന്ന ഒരു ടോണ് കേട്ട ഒരു ഫീലാണ്. നെക്സ്റ്റ് വി ഹാവ് ബെന്നി ജോസഫ് സർ. yet another industry probably നമുക്കൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന അല്ലാത്ത ഒരു ഇൻഡസ്ട്രിയാണ് സാർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇന്നർ ഗാർമെന്റ്സ്. സാറിന്റെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ജനറേഷൻ ഓഫ് ഓൺടർപ്രണർ ആണ്. ഒരു ഫാമിലി ബിസിനസ് റൺ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ യുണീക് ചാലഞ്ചസ്. ഒരു പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയല്ല. സാറും ഇനീഷ്യൽ റിമാർക്സിനായിട്ട് ക്ഷണിക്കുന്നു. Thank you, sir. Good evening, all. പെട്ടിയിൽ ക്യാഷ് വീഴുന്നുണ്ട്. എൻ്റെ ഫാദർ 1977 ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഇങ്ങനൊരു കോൺസെപ്റ്റേ ഇല്ല. ഇന്നർവെയറിന് മാത്രമായിട്ടുള്ള ഒരു ഷോപ്പ്. എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും, നിന്നെ രാവിലെ കുളി കഴിഞ്ഞാൽ ആദ്യം നിന്നെ ഓർക്കുമെന്ന് പറയും. അപ്പം നമുക്ക് സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. പക്ഷേ എന്താ പറയുക, പുറം രാജ്യങ്ങളിലൊക്കെ പലരും ഒഴിവാക്കി തുടങ്ങുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലായാലും ഉടനെയെങ്കിലും അങ്ങനെ സംഭവിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും ഒരുപാട് അപ്ഡേഷൻസ് ഇന്നർവേഴ്സിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ് കേട്ടോ, ഈസി അല്ല. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ബ്രാൻഡുകളും നമുക്ക് നമ്മളുടെ ഷോപ്പിൽ വെക്കാൻ പറ്റില്ല. എൻ്റെ ഒരു ചെറിയ ഷോപ്പാണ്. ഇപ്പം 3 ഷോപ്സ് ഉണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ എല്ലാ ബ്രാൻഡുകളും നമുക്ക് വെക്കാൻ പറ്റില്ല. പക്ഷെ വെക്കുന്ന ബ്രാൻഡിൽ പോലും ഇപ്പം ഇപ്പോഴത്തെ ലേഡീസ് ഉപയോഗിക്കുന്ന ഇന്നോവേഴ്സിൽ ഒരു എന്താ പറയുക, ഒരു വൈഡ് റേഞ്ച്, ചിലപ്പോൾ ഒരു 45 to 50 പാറ്റേൺസ് ഉണ്ടാവും. ഈ പാറ്റേൺസിൽ 30 മുതൽ 44 സൈസസ് വരെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു കളക്ഷൻ, ഇതിൻ്റെ ഓരോ പീസിനും ഓരോ പാറ്റേണിനും കളേഴ്സ്, ബേസിക് കളേഴ്സ് എന്ന് വെച്ചാൽ വൈറ്റ്, ബ്ലാക്ക്, സ്കിൻ. ഇത് കൂടാതെ ഇപ്പം വന്നിരിക്കുന്നത് ഒരു 15 കളേഴ്സ് ഇപ്പം വന്നിരിക്കുക അഡീഷണൽ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്റ്റോക്സ് നമുക്ക് വെക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ചലഞ്ച് ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ ഫാദറായിട്ട് തുടങ്ങി. എനിക്കൊരു 10 വയസ്സുള്ളപ്പോഴാണ് ഫാദർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ ഞാൻ പപ്പയുടെ കൂടെ ജോയിൻ ചെയ്യുന്നു 1988. പിന്നെ ഒരു 3 വർഷമേ പപ്പ എൻ്റെ കൂടെ നിന്നുള്ളൂ. പപ്പ എന്നെ ഫുള്ളായിട്ട് ബിസിനസ് ഏൽപ്പിച്ചിട്ട് മാറി. പിന്നെ പപ്പ കടയിലേക്ക് വന്നിട്ടില്ല. അന്ന് മുതൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. സുബേറും ഗീതയെല്ലാം പറഞ്ഞ പോലെ ഞാൻ വളരെ ഹാപ്പിയാണ്. വേറൊന്നും കൊണ്ടല്ല. ഒരു കൃത്യമായ ശമ്പളത്തിൽ ജീവിക്കുന്നതിനെക്കാട്ടിലും നമ്മളുടെ ആഗ്രഹങ്ങൾ എത്രമാത്രമാണ്, നമ്മളുടെ ആഗ്രഹങ്ങളുടെ എക്സ്പെൻസ് എത്രമാത്രമാണ്, അതനുസരിച്ചിട്ട് നമ്മളുടെ ബിസിനസ്സിനെ വളർത്താനായിട്ട് നമ്മൾ ഓരോ ദിവസവും ആയിക്കൊണ്ടിരിക്കും. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു വലിയ, നമുക്കൊരു ഊർജം വരും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത് എവിടെ തുടങ്ങണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു നെഗറ്റീവ് കാര്യമാണ്. ആലപ്പുഴ പോലുള്ള ഒരു സിറ്റി നമ്മൾ തിരഞ്ഞെടുത്താൽ എത്രമാത്രം മുന്നോട്ട് പോകും. കാരണം ഇപ്പം ടൂറിസം ആലപ്പുഴയിൽ ഓക്കെയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ, അതിപ്പോൾ നമ്മളൊരു ഷോപ്പ് തുടങ്ങാം, എന്തിനെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങണം. ആലപ്പുഴയിലുള്ളൊരു കുഴപ്പം, ആലപ്പുഴയിൽ ഫ്ലോട്ടിംഗ് ഇല്ല. നമുക്കിപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾ പോലും മാക്സിമം ഒരു ദിവസം, ഒരു ഓവർനൈറ്റ് മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അവരുടെ ഒരു ബിസിനസ് നമ്മളുടെ ഈ സ്ട്രീറ്റിലേക്ക് വരുന്നില്ല. ഇവിടെയുള്ള ലിമിറ്റഡ് ആൾക്കാരുടെ സെയിൽ മാത്രമേ നമുക്ക് ആലപ്പുഴയിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പലയിടത്തുനിന്നും ജോലി ചെയ്തു, അല്ലെ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും അത് ഷോപ്പുകളുടെ എണ്ണം കൂടുന്നു,
ആവശ്യക്കാരുടെ എണ്ണം കൂടുന്നില്ല. ആ ഒരു പോരായ്മ നമുക്ക് ആലപ്പുഴയ്ക്കുണ്ട്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലം ചൂസ് ചെയ്താൽ നമ്മളുടെ ബിസിനസ്സിന് ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഗീത പറഞ്ഞ ഒരു മേഖല വളരെ നല്ലൊരു മേഖല, ടൂറിസം, ട്രാവലും മറ്റു കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ ആലപ്പുഴയിൽ ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഹൗസ് ബോട്ടുകൾ, റിസോർട്ടുകൾ എല്ലാം ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ മേഖലയിൽ സ്വന്തമായിട്ട് ഹൗസ് ബോട്ടോ അല്ലെങ്കിൽ റിസോർട്ടുകളോ ഇല്ലാത്ത എത്രയോ പേര് ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ട് ഇടയ്ക്ക് നിന്നിട്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കും മണി ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഇപ്പോഴും ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്. ഞങ്ങളുടെ പഴയ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അന്ന് കോളേജിൽ വരുന്നത് കൂവാനും വഴക്കുണ്ടാക്കാനും തല്ലാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നുള്ള സ്റ്റൈല, പിന്നെ അത് പ്രേമിക്കാനും. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ സൈലന്റ് ആയിപ്പോയി. ഈ കോളേജിൽ നിന്ന് കയറുമ്പോൾ ഓരോ ഈ എന്താ മതിലും നമ്മളോട് എന്തൊക്കെയോ ഇങ്ങനെ ആ മതിലുകളൊക്കെ ഞങ്ങളോട് എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും നമ്മളിതൊക്കെ സിനിമയിൽ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ശരിക്കും ഒരു 20 വർഷത്തിനുള്ളിൽ ഞാൻ അതിനകത്ത് കയറിയിട്ടില്ല. 87 ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ എൻ്റെ സിസ്റ്ററിന്റെ അഡ്മിഷന് വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വന്നിട്ടില്ല. ഏതായാലും നിങ്ങളെല്ലാവരും നല്ല എന്റർപ്രണേഴ്സ് ആയിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഗീത മാഡവും ബെനിസാറും എല്ലാം ചോദിച്ച് അവരുടെ തനി സ്വഭാവം എത്രയും പെട്ടെന്ന് വരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ അടുത്തതായിട്ട് നിതിൻ സാറിനെ ക്ഷണിക്കുന്നു. ആക്ച്വലി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കസ്റ്റമറാണ്, റെഗുലർ കസ്റ്റമറാണ്. ഇൻ ദ സെൻസ് എല്ലാ വർഷവും 1-2 പ്രാവശ്യം എനിക്ക് നടുവിന് കംപ്ലൈന്റ് ആയിട്ട് ഞാൻ കിടക്കും. അങ്ങനെ വരുമ്പോ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് പല മരുന്നുകളും അദ്ദേഹത്തിന്റെ കടയിൽ നിന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് അസോസിയേഷൻ ഒരു പ്രാവശ്യം വല്ലാതെ കടന്നു പോയപ്പോ സാറ് മെഡിസിൻ എനിക്ക് വീട്ടിൽ എത്തിച്ചു തന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസോസിയേഷനിൽ തുടങ്ങിയതാണ് സാറിന്റെ ബിസിനസ്സുമായിട്ട്. നിതിൻ സാറിന് ആക്ച്വലി 3 ക്ലിനിക്ക് ഉണ്ട് ആലപ്പിയില്. ആയുർവേദ വെൽനസ് ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് ടൂറിസ്റ്റിനെയും ഡൊമസ്റ്റിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയും ടാർഗറ്റ് ചെയ്യുന്നു. അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ കോളേജിന്റെ നേരെ വടക്കുവശത്ത് ഒരു ചെറിയ ആയുർവേദ ഷോപ്പും ഉണ്ട്, പ്രോഡക്ട്സ് വിൽക്കുന്നത്. വളരെ സ്നേഹത്തോടെ ഇങ്ങനൊരു ഈവന്റിന് കാരണക്കാരൻ കൂടിയാണ് നിതിൻ സാറ്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് സംസാരിക്കും. ഗുഡ് ഈവനിങ് കൃഷ്ണൻ സാറിനും ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും സ്റ്റുഡൻസിനും. ഇവിടെ ഒരു 2 മാസത്തിലൊരിക്കൽ കോളേജിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കെമിസ്ട്രിയിലെ ഒരു അലുമിനി കൂടിയാണ്, അവിടുത്തെ ഒരു ട്രഷറും കൂടിയാണ്. അതുകൂടാണ്ട് നമ്മുടെ പ്രിൻസിപ്പൾ ഹേമ മിസ്സുമായിട്ട് ഡെയിലി മുല്ലക്കമ്പലത്തിൽ വെച്ച് കാണാറുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുള്ളതാണ്. അപ്പം കോളേജിൽ 2 മാസം കൂടുമ്പോൾ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു ചേഞ്ചസ് എനിക്ക് പെട്ടെന്ന് അങ്ങ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ തൊട്ടടുത്ത് തന്നെ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു 18 years ആയിട്ട് ഇവിടെ അടുത്തുണ്ട്. അതുകൂടാതെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല ഞാൻ കൂടുതലും ആയുർവേദ മെഡിസിൻ വിത്ത് ടൂറിസം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളൊരു ഇത്, നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടാനായിട്ട് ഇപ്പം ഭയങ്കര പാടാണ്. സത്യം പറഞ്ഞാൽ ഈ ഇതിനകത്ത് വരുന്നത് ഒരു കമ്മീഷൻ ബേസ് ആയിട്ടുള്ളൊരു ഇതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ജെന്യൂനായിട്ട് ചെയ്യുന്ന എൻ്റെ പാരമ്പര്യമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. അപ്പം ആ ഒരു ബിസിനസ്സിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പുറകോട്ടായി പോകുന്നുണ്ട്. ഇപ്പോഴത്തെ പല ട്രെൻഡ്സിനനുസരിച്ച് നമ്മൾ പുറകോട്ട്, നമ്മൾ കൂടെ നിൽക്കാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പുറകോട്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു കാര്യമായിട്ട് എടുക്കണ്ട. നമ്മൾ ജെന്യൂനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിജയം നമുക്ക് തന്നെയായിരിക്കും ഫൈനലായിട്ട് വരുന്നത്.
പിന്നെ നമുക്ക് ഈ ടൂറിസം മേഖല, ഇപ്പോൾ ഗീത പറഞ്ഞ പോലെ ടൂറിസം മേഖലയിൽ വളരെയധികം ചാൻസുകളുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം എല്ലാ ദിവസവും ടൂറിസ്റ്റുകളുമായിട്ട് സംസാരിക്കാറുണ്ട്. അത് ഡൊമസ്റ്റിക് ആണ്, ഇന്റർനാഷണൽ ആണ്. അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ അവർ ഇവിടുന്ന് ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയാലും അവരുമായിട്ട് നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് കണക്ഷൻസ് ഒത്തിരി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് എല്ലാവരും നല്ല രീതിയിലൊരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ വിജയം നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്, ബിസിനസ് എന്നുള്ളൊരു ഫീൽഡിലോട്ട് വന്നത്. എൻ്റെ ഫാമിലിയിലെ ആദ്യത്തെയും ഇതുവരെയുള്ള അവസാനത്തെയും ഒരു ബിസിനസ്സുകാരനാണ് ഞാൻ. ബാക്കി എല്ലാവരും ഗവൺമെന്റ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. അപ്പൊ ഞാൻ ഇതുവരെ വേറെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും, അച്ഛൻ്റെ ഫാമിലിയിൽ നിന്നായാലും അമ്മയുടെ ഫാമിലിയിൽ നിന്നായാലും വേറെ ആരും ഇതുവരെ ബിസിനസ് ചെയ്തിട്ടില്ല. ഞാൻ മാത്രമാണ് ഇപ്പോഴും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു നടുവിനൊരു ബുദ്ധിമുട്ട് വന്നിട്ട് ശരിക്കും പറഞ്ഞ 1 വർഷം വീടിനകത്ത് തന്നെ കിടപ്പിലായി പോയിട്ട് സർജറിയൊക്കെ ഒഴിവാക്കി ആയുർവേദം ചെയ്ത് ആണിപ്പം ആ ഒരു പോരായ്മ നികത്തി. അപ്പോഴാണ് ആയുർവേദത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ പാരമ്പര്യമാണ്. എൻ്റെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 6ാമത്തെ തലമുറയാണ് ആയുർവേദ ഫാമിലിയിൽ. അപ്പൊ ആ ഒരു എന്നെയും ആയുർവേദ ഒരു ഡോക്ടറാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ഏകദേശം ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിച്ച് ഡിഗ്രി വരെ സംസ്കൃതം പഠിച്ചതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഒരു ആയുർവേദത്തിലോട്ട് വന്നില്ല. പക്ഷെ അവരെക്കാളും കൂടുതലായിട്ട് ആയുർവേദത്തിന്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കി ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകളെ, ഫോറിനേഴ്സ് ആയാലും അവർ റെഗുലറായിട്ട് നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരു പ്രാവശ്യം ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഒരു പാക്കേജ്, നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പാക്കേജ് എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ ആയുർവേദത്തിൽ അങ്ങനെ പാക്കേജ് ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ആഴ്ച 7, 14, 21, 28 ദിവസങ്ങളിലുള്ള ആയുർവേദ ചികിത്സയാണ്. ആ ചികിത്സ അവർക്ക് തൃപ്തികരമാകുവാണെങ്കിൽ അവർ വീണ്ടും വരും. തീർച്ചയായിട്ടും അവർ അടുത്ത ആളെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബിസിനസ് ലൈനിലോട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ എല്ലാവരും വന്നാൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ അവർക്ക് ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ബിസിനസ് നമ്മൾ വളരെ ശ്രദ്ധിച്ച്, ബിസിനസിന്റെ ഏറ്റവും വലിയ നട്ടെല്ലെന്ന് പറഞ്ഞ സാമ്പത്തികമാണ്. സാമ്പത്തികം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ പല പാളിച്ചകളും ഉണ്ടാവും. എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും, കൃഷ്ണൻ സാറിനും ഡിപ്പാർട്ട്മെന്റിനും എല്ലാവർക്കും നന്ദി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരത് സ്നേഹജൻ, നമ്മൾ ആലപ്പുഴക്കാരെല്ലാം അദ്ദേഹത്തിന്റെ ഒരു വർക്ക് എന്തായാലും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും അയൺ ബ്രിഡ്ജിന്റെ അവിടെ പോകുമ്പോൾ അവിടെ ഒരു പാത്ത്, ഒരു ഡിസൈൻ ചെയ്ത് ഒരു നടപ്പാത ചെയ്തിട്ടില്ലേ? അത് തന്നെ, ആ ബ്രിഡ്ജിന്റെ സൈഡിലൂടെയുള്ള ആ നടപ്പാത ആക്ച്വലി ഡിസൈൻ ചെയ്തത് ശരത് സാറാണ്. ശരത്തിന് ആക്ച്വലി ഈ റൂമിന്റെ ഡിസൈൻ ചെയ്യാനിരുന്നത് ശരത് സാറായിരുന്നു. അന്ന് ഞാനിപ്പോ 2-3 പ്രാവശ്യം വിളിച്ചുകൊണ്ടിരുന്നു. നല്ല തിരക്കുള്ള ആളാണ്, നമ്മൾ പെട്ടെന്നൊന്നും വിളിച്ചാലൊന്നും കിട്ടത്തില്ല. അവസാനം ഞങ്ങൾ എന്നിട്ട് ഇവിടെ ഒന്നും ഇല്ല, ആലപ്പുഴക്കാരനല്ലാത്ത ഒരാളെ ഞങ്ങള് ഇറക്കുമതി ചെയ്താണ് ഈ റൂം അവസാനം കംപ്ലീറ്റ് ചെയ്തത്. എന്തായാലും വളരെ സന്തോഷം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, വളരെ ശക്തമായിട്ട് ക്യാമ്പസിനെ സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ശരത്. ഇവിടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു കോളേജിലെ. വളരെ ആക്റ്റീവായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരുന്നു കോളേജില്, പക്ഷെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു കോഴ്സ് എങ്കിലും കോളേജ് മുഴുവൻ പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിയാണ് ശരത്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ ബിസിനസ് ജേർണിയെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ എപ്പോഴും ഈ കോളേജിൽ തന്നെയാണ്. ഞാൻ ഇറങ്ങിയത് 2005-ലാണ്. പിന്നെ ഒരു 2010 വരെ ഇവിടെ നിരന്തരം വരുമായിരുന്നു. കോളേജിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നുണ്ടേ. വീട്ടിൽ നിന്ന് എപ്പോഴും പറയും കോളേജിൽ പോയി നന്നായി പഠിക്കണോ. എന്നെ സംബന്ധിച്ച് കൂടുതൽ ദൂരെ പോകാനുള്ളൊരു കപ്പാസിറ്റി എൻ്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് രാവിലെ ഇവിടെ ഇറങ്ങി 2005 കഴിഞ്ഞു.
പിന്നെ ഒരു 5 വർഷം 6 വർഷം കൂടെ വന്നു. ഇപ്പൊ ഈ കോളേജ് ആണ് കുറെ അധികം കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച കാര്യം. ഈ കോളേജിൽ വന്നപ്പോഴാണ് നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് ആദ്യം നമുക്ക് മനസ്സിലായത്. ഈ കോളേജിലെ സ്റ്റുഡൻസ് ആണ്, ഫ്രണ്ട്സ് ആണ്, സൗഹൃദങ്ങളാണ് നമ്മുടെ ചിന്താഗതി എല്ലാം വളർത്തിയത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കാലഘട്ടവും നമ്മുടെ കാലഘട്ടവും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലായിരിക്കും, ഞാൻ മനസ്സുകൊണ്ട്. കാര്യം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളെല്ലാം എന്റർപ്രണേഴ്സ് ആണെന്നുള്ളതാണ്, പ്രൊഫഷണൽസ് ആണെന്നുള്ളതാണ്. കാര്യം ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, എല്ലാവർക്കും എല്ലാവരെയും മാർക്കറ്റ് ചെയ്യാൻ അറിയാം. സോ മാർക്കറ്റിംഗ് ഈസ് ദ ഹിയർ. ഓക്കെ, അന്നത്തെ കാലത്ത് പക്ഷേ നമുക്കൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, കത്ത് എഴുതണം. ഞാൻ പോയി കഴിഞ്ഞാൽ വാട്സാപ്പ് വന്നേ. ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് വാട്സാപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു കഥ എഴുതാനൊക്കെ നമ്മൾ പേപ്പറിൽ എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കാലത്ത്. നമ്മളവിടെ എഴുതുകയും ചെയ്യും കുറച്ച്. അപ്പോൾ നമുക്കാണ് ഒരുപാട് പേരോട് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട് പല കാര്യവും, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ വാട്സാപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊരു എക്സ്പ്രഷന്റെ കാലമാണ്. നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനൊരു ഡിസൈൻ ചെയ്തു, കോളേജിൽ ഒരു ഇവന്റ് ചെയ്തു, ഇവിടുത്തെ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഇവിടുത്തെ സാറന്മാർ എല്ലാം നമ്മളോട് ഓരോ കാര്യം പറയും. അപ്പൊ നമുക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അധ്യാപകരിൽ നിന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഏത് ലെയറിൽ നിൽക്കണമെന്ന് നമ്മുടെ സുഹൃത്തുക്കളും ഇവിടുത്തെ സ്റ്റുഡൻസുമാണ് നമ്മളൊരു ലെവറിൽ നിർത്തിയത്. ഈ കോളേജിൽ വന്നപ്പോൾ ഈ കോളേജിലെ 2ാം വർഷം മുതൽ ഇവിടുത്തെ ഓരോ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി അങ്ങനെ ആയപ്പോൾ നമുക്ക് ഒരുപാട് കുറവുകളുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വന്നത്. വ്യക്തിപരമായ ഒരുപാട് കുറവുകളുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് നമ്മളെ ഷാർപ്പൻ ചെയ്യേണ്ടത്, എവിടെ നമുക്കൊരു കഴിവുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റി. അപ്പൊ എൻ്റെ കൂടെ ഞാൻ +2 പഠിച്ചത് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി നിർത്തിയ വർഷമാണ്. അപ്പൊ ഞാൻ +2 പോയപ്പോൾ ഏറ്റവും നല്ല ബാച്ചാ. അവന്മാരെല്ലാം +1 തന്നെ തീരുമാനിച്ചു എൻട്രൻസിന് പോകണമെന്ന്. എനിക്ക് ഉറപ്പാണ് എൻട്രൻസിന് പോയിട്ട് കാര്യമില്ല. ഒന്ന് വീട്ടിൽ കാര്യമില്ല, 2 നമ്മൾ എൻട്രൻസിന് പോയാൽ ഒരിക്കലും ആ കാൽക്കുലേഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ന്യൂമറിക്കൽ സ്കിൽസ് ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ വന്നപ്പോ അപ്പൊ അവരന്നേ തീരുമാനിച്ചു ഡോക്ടർ ആവണമെന്ന്. അവരെല്ലാവരും കുറെ പേര് നല്ല രീതിയിലെത്തി. അപ്പൊ ബാക്ക് ബെഞ്ചേഴ്സോ ഫ്രണ്ട് ബെഞ്ചേഴ്സോ ഒന്നും ഇല്ലായിരുന്നു ഭാഗ്യത്തിന്. അവിടുത്തെ അധ്യാപകർ വളരെ നമ്മളെല്ലാവരെയും കൺസിഡർ ചെയ്യുന്നവരായിരുന്നു. നിനക്ക് ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ ഒരുമിച്ച് നിർത്തുമായിരുന്നു. അപ്പൊ അധ്യാപകരുടെ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഇവിടെ മുമ്പിൽ നിൽക്കാൻ ആവശ്യമായ കാര്യം കിട്ടി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഡിസൈനിങ് യഥാർത്ഥത്തിൽ ഇവിടുന്നാണ് പഠിക്കുന്നത്. നമ്മൾ ഓരോ ഇവന്റ് ചെയ്യുമ്പോഴും എവിടെയൊക്കെ എന്തൊക്കെ വെക്കണം, എന്തൊക്കെ വരണം, എവിടെയൊക്കെ എന്തൊക്കെ എഴുത്ത് വരണം, ആരൊക്കെ എഴുതിയത് വരണം. അന്നാണ് നമ്മൾ നേരത്തെയൊന്നും പിന്നെ എ ട്രൂ റെവല്യൂഷണറി ഈസ് ഗൈഡഡ് ബൈ ദി സ്ട്രോങ് ഫീലിംഗ് ഓഫ് ലവ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ പഠിക്കേണ്ട ആവശ്യം വന്നു. പിന്നീട് ഇതൊക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ബിസിനസ്സിലും കാര്യങ്ങളിലും ഒക്കെ ഈ അറിവുകളൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ക്യാമ്പസ് പഠിപ്പിച്ചത്. അന്നാണ് നമുക്കൊരു ഇൻഡസ്ട്രി, നമ്മുടെ കഴിവ് ഇതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഡിസൈനിങ് നമുക്ക് നന്നായി പറ്റും, അത് കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് നന്നായി പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഇവന്റ്സ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി, കോളേജിൽ പ്രോഗ്രാംസ് ഒക്കെ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അന്ന് പിന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ്, ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മളെ തേടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ആർക്കിടെക്ചർ പഠിക്കാൻ പോയി, അതും കുറെ ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ഇതിന്റെ ഭാഗമാണെന്ന് മനസ്സിലായി. അങ്ങനെ ചെയ്ത് ആണ് ഇപ്പോൾ ഡിസൈനെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫേമിലേക്ക് വന്ന് നിൽക്കുന്നത്. ഡിസൈനെസ്റ്റ് ഇപ്പോൾ ഒരുപാട് പബ്ലിക് പ്രൊജക്ട്സും മറ്റ് പ്രൊജക്ട്സും ഡിസൈൻ ചെയ്യുന്നുണ്ട്. റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് കുറെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് ഇൻസൈഡ് ഇന്റീരിയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻസൈഡ് ഇന്റീരിയേഴ്സ് ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ മാനുഫാക്ചറിങ്ങിന്റെ അതിന്റെ ഫാക്ടറിയും അതിന്റെ ഡിസ്പ്ലേ സെന്ററും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2-3 കാര്യങ്ങളാണ് നമ്മൾ ഈ പുതിയ തലമുറയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഒന്ന്, പുതിയ തലമുറ വളരെ ക്രിയേറ്റീവാണ്. എന്തും ആയിക്കോട്ടെ, നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങുമെങ്കിൽ നിങ്ങൾ അത് വൃത്തിയായി അത് പ്രസന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് റീൽ ഉണ്ടാക്കാൻ അറിയാം. അതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. 2, ഇന്നോവേഷൻ, നല്ല ചിന്തകൾ, സ്വപ്നങ്ങൾ കാണുന്നതെല്ലാം നിങ്ങളാണ്.
അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളുമായി ചേർന്നാണ് ഇപ്പോൾ കൂടുതലും ഡിസൈനേഴ്സ് ഒക്കെ പുതിയ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുമായി ചേർന്നാണ് പുതിയ പുതിയ കാര്യങ്ങൾ. ഇപ്പം നമുക്കൊരു എക്സ്പീരിയൻസ് വരും, പക്ഷെ പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പുതിയ തലമുറയ്ക്ക് വേണം. വളരെ എളുപ്പത്തിൽ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പോ തുടങ്ങാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. കാര്യം നമ്മൾ എന്ത് ചെയ്താലും അത് പ്രചരിപ്പിക്കാൻ ഇന്ന് എളുപ്പമാണ്. യൂട്യൂബ് അത് ഏറ്റവും നന്നായിട്ട് അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഭാഗ്യവശാൽ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലോകം വളരെ വലുതാണ്. അതിനൊരു എന്താ പറയുക, ആലപ്പുഴയെന്നോ എറണാകുളമെന്നോ ഉള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. വൺസ് ഒരു തോട്ട് ഉണ്ടെങ്കിൽ, അതിനൊരു പാഷൻ ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, നിങ്ങളുടെ ചുറ്റും എല്ലാ സൗകര്യങ്ങളും ലോകം ഒരുക്കി തരും. അതിന് ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ കൂടെ പോകുന്ന ഒരു ഭാഗ്യവതി അല്ലെങ്കിൽ ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളാണ്. പിന്നെ പൈസയും വേണ്ട. പണ്ട് പാരമ്പര്യം വേണമായിരുന്നു, ഒരുപാട് സപ്പോർട്ട് വേണമായിരുന്നു. ഇപ്പൊ ഇതൊന്നും വേണ്ട. എന്റെ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന സാജിദ് ദഹിയാണ് സിനിമാ പ്രാന്തൻ എന്ന് പറഞ്ഞ അത് തുടങ്ങിയത്. അവൻ തോറ്റതുകൊണ്ടാ. പക്ഷെ അവൻ നന്നായി കാര്യങ്ങൾ ചെയ്തു, സിനിമകൾ ഡയറക്റ്റ് ചെയ്യുന്നു. ഇവിടെയുള്ള ഉബൈനി ഇപ്പൊ സിനിമ ഡയറക്ടറാണ്. അപ്പൊ ആരൊക്കെ ഒരു തോട്ട് തോന്നി നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അതിന് പുറകെ നടക്കുന്നോ അവരെല്ലാം വിജയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് വരുന്നത്. ഇപ്പൊ വലിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ രത്തൻ ടാറ്റയോട് ചെന്നിട്ട് ഒരു തോട്ട് പറഞ്ഞ അയാൾ പാർട്ണറായില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായി ചിന്തിക്കുക, ഏതെങ്കിലും ഒരു സ്വപ്നം കാണുക, അതിന് പുറകെ പോവുക എന്ന് മാത്രമാണ് പറയുന്നത്. വളരെ വലിയ വിശാലമായ ഒരു ലോകം നമുക്കിന്നുണ്ട്. എന്ത് കാര്യം തുടങ്ങിയാലും ഉടൻ തന്നെ അതൊരു പാൻ ഇന്ത്യൻ ലെവലിലേക്കോ അതിനപ്പുറത്തേക്കോ പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. KGF സിനിമ അതിന്റെ എന്താ പറയാ, അതിന്റെ എഡിറ്റിംഗ് ചെയ്ത ഒരു 19 വയസ്സുകാരനല്ലേ. അപ്പൊ പ്രായം അങ്ങനെ ഒരു കാര്യമൊന്നും ഇല്ല. നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും അത് ശ്രദ്ധിക്കാൻ ഇന്ന് ആളുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത്. എന്നോട് വിനു സാർ ആദ്യം തുടങ്ങിയപ്പോഴേ ഒന്ന് കൈ കാണിച്ചു, എന്നെ ലാസ്റ്റ് വിളിച്ചാൽ മതിയെന്ന്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഡോക്ടർ വിനുകുമാർ എസ്. പ്രോബ്ലി ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസും ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു അധ്യാപകനായിരുന്നു, അതേപോലെ തന്നെ ഒരു ഓൺടർപ്രണർ ആണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായ ഒരു സെക്ടറുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടെ ഇനീഷ്യൽ റിമാർക്സിനായി ക്ഷണിക്കുന്നു. താങ്ക് യു. ഓക്കെ, ശരിക്കും ഈ കോളേജ് എൻ്റെ ഒരു ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാരണം എൻ്റെ ഫാദർ ഇവിടെ പ്രൊഫസറായിരുന്നു. അപ്പോൾ ഒരു അധ്യാപകൻ പ്രൊഫസറായിട്ട് ആ കോളേജിൽ പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ? അങ്ങോട്ട് പോയാൽ ഉടനെ വീട്ടിൽ പോലും ചെല്ലും, ഇങ്ങോട്ട് ലാൻഡ് ഫോണേ ഉള്ളൂ കേട്ടോ. ഇന്ന് പോലും വീട്ടിൽ ചെല്ലുമ്പോൾ ഉടനെ ചോദിക്കും ഇന്നെന്താ ക്ലാസ്സിൽ കയറിയില്ലെന്ന് ചോദിക്കും. നമ്മൾ പോലും ചെട്ടിപ്പോവും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് എനിക്ക് വന്ന് ഡിഗ്രിക്കൊക്കെ ഒരു 50% പോലും ക്ലാസ്സിൽ കയറാത്ത മനുഷ്യനാണ് ഞാൻ. പക്ഷെ ആ ഒരു ക്ലാസ്സിൽ കയറാത്ത സാധനം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നു. കാരണം രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, ശരത്തൊക്കെ പറഞ്ഞ പോലെ ശരത് ജയിച്ച ജനറൽ സെക്രട്ടറി, ഞാൻ തോറ്റ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇലക്ഷൻ തോറ്റിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ ഈ ഇങ്ങനെയുള്ള ഈ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത് പിന്നെ ശരത്ത് ഉള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് രാഷ്ട്രീയ പാർട്ടിയായിരുന്നു തോന്നി ഞാൻ. നമ്മളെ സംബന്ധിച്ച് അടി കൊള്ളാതിരിക്കലാണ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കേണ്ടത്. അടി കൊടുക്കൽ അവരുടെ പണിയാണ്. അപ്പൊ നമ്മളെ ഒരു സ്ട്രാറ്റജി അടി എങ്ങനെ കൊള്ളാതിരിക്കാമെന്ന് പഠിക്കണമല്ലോ. നമ്മള് താമസിക്കുന്നത്. അപ്പൊ അത് സാമന്താനം ഭേദം തണ്ണെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ കാല് പിടിച്ചിട്ടായിരിക്കും രക്ഷപ്പെടുന്നത്. പക്ഷെ ആ കാല് പിടിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാക്കി തന്നത് ഈ കോളേജാണെന്നാണ് ഞാൻ പറഞ്ഞത്. ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ചിലപ്പോൾ ഒരു സോറി പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചേട്ടാ ക്ഷമിക്കൂ എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് പറയാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഈ കോളേജാണ്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞ് PGക്ക് കയറുന്നു. ഇവിടെ MSc ബോട്ടണിക്ക് കയറുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എൻട്രൻസ് ചെയ്തപ്പോൾ രാജഗിരിയിൽ MBAക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ MBAക്ക് പോയി. കാരണം അന്നൊരു ട്രെൻഡായിരുന്നു, MBA എന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. MBAക്ക് പോയി. MBA കഴിഞ്ഞു. MBA കഴിഞ്ഞപ്പം ഒരു കമ്പനിയിൽ ജോലി കിട്ടി. 1 വർഷം കൊച്ചിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ ആലപ്പുഴയും ടൂറിസവും ഒക്കെയുള്ള ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ടൂറിസത്തിൽ PG ചെയ്തു കേരള യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ടൂറിസ്റ്റിലെ PG കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടി. ആദ്യം UIT എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അത് ട്രിവാൻഡ്രം സെന്ററിലാണ് കിട്ടിയത്. ട്രിവാൻഡ്രത്ത് ഒരു 2 years ഞാൻ BBA കുട്ടികളെ പഠിപ്പിച്ചു. അത് ഇപ്പോൾ IMKയിൽ ജോലി കിട്ടി. IMK ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കേരള MBA ഡിപ്പാർട്ട്മെന്റ് ആണ് കേരള യൂണിവേഴ്സിറ്റി. അവിടെ ഒരു 5 വർഷം പഠിപ്പിച്ചു. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ PhD എടുത്തു. PhDയിൽ കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റിലാണ് എൻ്റെ PhD. കേരളത്തിൽ എനിക്ക് ഒന്നും ആരും എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റിൽ. അപ്പം PhD എടുത്തു. പക്ഷേ ഈ
ടീച്ചിങ് പ്രൊഫഷനിൽ ഒന്ന് പെർമനൻസി എന്ന് പറഞ്ഞൊരു സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം പെർമനന്റ് ടീച്ചിങ് പോസ്റ്റുകൾ ഭയങ്കര കുറവായിരുന്നു MBA. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കിടന്ന് വെറുതെ കോമ്പീറ്റ് ചെയ്ത് നമ്മൾ ജീവിതം പാഴാക്കുന്നതിനേക്കാളും നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സമയത്ത് എനിക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി. ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി. ഞാനൊരു 7 years ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തു. ആലപ്പിയിൽ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സെക്രട്ടറി ആയിരുന്നു 7 വർഷത്തോളം ആലപ്പിയിൽ. അപ്പൊ അന്നേരപ്പോഴാണ് ഞാൻ ഇവിടുത്തെ നമ്മൾ ടൂറിസ്റ്റിൽ ഇന്ന് കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ പ്രോജക്റ്റുകളും ഒന്നുകിൽ ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്തതാണ്. കാരണം ഞാൻ വരുന്നതിന് മുമ്പ് ഡിസൈൻ ചെയ്തൊക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ആലപ്പിയിലെ ബീച്ച് ബ്യൂട്ടിഫൈ ചെയ്തത്, കനാൽ ബ്യൂട്ടിഫിക്കേഷൻ വന്നത്, ഫിനിഷിംഗ് പോയിന്റിലെ നമ്മുടെ ഹൗസ് ബോട്ട് ടെർമിനൽ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ആയിരുന്ന 7 വർഷത്തിലാണ് ഐദർ എക്സിക്യൂട്ട് ചെയ്തോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തതോ. കാരണം അന്നേരം നല്ലൊരു ഡെവലപ്മെന്റിന്റെ ഒരു സമയമായിരുന്നു ടൂറിസ്റ്റിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിന്റെ സ്കെച്ച് വരയ്ക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കൊടുത്തത് പോലും ഞാൻ. കാരണം തകർന്നു ഇത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ബൈപ്പാസിന്റെ ചരിത്രമില്ല, 45 വർഷം മുമ്പ് തറക്കല്ലിട്ടതാണ്. അത് പൂർത്തിയാവാൻ 45 വർഷം എടുത്തു. അപ്പൊ എന്താ വെച്ചാല് അതിന്റെ ഞാൻ ഇച്ചിരി നീട്ടിപ്പോയാലും ഒരു 5 minute ക്ഷണിക്കണം കേട്ടോ. ആ ഒരു നമ്മുടെ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ വര നമ്മുടെ ബൈപ്പാസിന്റെ ലൈൻ വരച്ചു കഴിഞ്ഞിട്ട് പണിയാതെ കിടന്നതുകൊണ്ട് റെയിൽവേ ലൈൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞു റെയിൽവേ 2 സ്ഥലത്ത് ക്രോസ് ചെയ്തു. അപ്പോൾ 2 ലെവൽ ക്രോസ് അടുത്ത് കൊടുക്കത്തില്ല നാഷണൽ ഹൈവേ. ഇതാണ് ഇങ്ങനെ ബ്ലോക്കായി. 40 വർഷമാണ് അതിനൊരു സൊല്യൂഷനിലായി കിടന്നത്. നമ്മുടെ ഡെവലപ്മെന്റ് പ്രോബ്ലത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 40 വർഷം കഴിഞ്ഞപ്പം ഇപ്പോഴും ഇതേ സെയിം പ്രശ്നമാണ്. 2 ലെവൽ ക്രോസ് അടുത്ത് വരുമ്പോൾ. അപ്പൊ അങ്ങനെ ഇരുന്ന് ആ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ഇപ്പൊ നമ്മുടെ ബീച്ച് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവർ പറഞ്ഞത് നിർത്തി വെക്കുക, ഇതിന്റെ മുകളിൽ കൂടിയാണ് ഞങ്ങൾ റോഡ് പണിയാൻ പോകുന്നത്. ഇതിന് സൊല്യൂഷൻ വേണമല്ലോ. നമ്മുടെ പ്രോജക്റ്റ് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണം. ഇങ്ങനെ ഇരുന്ന് രാത്രിയിൽ ചാർട്ടേഡ് അക്കൗണ്ടുമായിട്ട് ഇരുന്ന് ബീച്ചിൽ കൂടെ നടന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഒരു പാലം തീർന്ന് ഒരു 1/2 kilometer റോഡ്, പിന്നെ അടുത്ത പാലം തീർന്നു, നിങ്ങൾക്ക് ഇത് ഒരുമിച്ചാക്കി കൂടെ എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു. അപ്പോഴാണ് ആലോചിച്ചത് 1 kilometer കൂടി പാലം ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടും. അങ്ങനെ പുള്ളി അടുത്ത മീറ്റിംഗിൽ പുള്ളി വരച്ചുകൊണ്ട് കാണിച്ച പ്രോജക്റ്റ് എന്തോ ഭാഗ്യത്തിന് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബൈപ്പാസ് എന്നൊരു ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് വന്നത്. ഇപ്പോഴത്തെ അടുത്ത ഫ്ലൈ ഓവർ കണ്ടില്ല, അതെ 1 വർഷം കൊണ്ട് അടുത്ത ഫ്ലൈ ഓവർ തീർന്നു. ഓരോ തോട്ട് പ്രോസസ്സിൽ വരേണ്ട ചേഞ്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ബിസിനസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും കൺവെൻഷനലി നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ ബിസിനസ് ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമുക്കിപ്പോൾ താഴെ കൂടെയുള്ള റോഡിന് പകരം ഫ്ലൈ ഓവർ ചെയ്യാവുന്നത് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തെന്ന് ഞാൻ അഹങ്കരിക്കുന്നുമല്ല. ഇത് എത്രയോ മുമ്പേ തോന്നാമായിരുന്നു. മനസ്സിലായില്ലേ? നമുക്കും ഇപ്പൊ ട്രഡീഷണൽ ആയിട്ട് ഇപ്പോ ബെനിച്ചേട്ടൻ ചെയ്യുന്ന കട എത്രയോ പേര് ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ ഓൺലൈനിലേക്ക് മാറി. നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സുകളിൽ 90% വാങ്ങിക്കുന്നത് ഓൺലൈൻ സ്റ്റോറിൽ നിന്നായിരിക്കും, അല്ലേ? അപ്പൊ സമയത്തിനനുസരിച്ചുള്ള മാറ്റം അവിടെ വന്നിട്ടുണ്ട്. ജോലിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ ആദ്യം ടൂർ കമ്പനിയാണ് തുടങ്ങിയത്. കേരളത്തിൽ നിന്ന് ഏറ്റവും ആദ്യം ഔട്ട് ബൗണ്ട് ടൂർ കൊണ്ടുപോയി തുടങ്ങിയത് ഒരു 10 കമ്പനി ഉണ്ടായിരുന്ന ഒരു കമ്പനിയായിരുന്നു എൻ്റെ. പിന്നെ അതിൽ കോമ്പറ്റീഷൻ മാറിയപ്പോൾ ഞാൻ ഇവന്റ് മാനേജ്മെന്റിലേക്ക് മാറി. വിസ്മയ എന്നായിരുന്നു കമ്പനിയുടെ പേര്. അത്യാവശ്യം നല്ല ടേൺ ഓവർ ഉണ്ടായിരുന്നു. കോവിഡ് വരെ അത് നല്ലപോലെ നടന്നുപോയി. പാരലലി എനിക്ക് തുടങ്ങിയ ഒരു കമ്പനിയാണ് IT കമ്പനി. സോ ഇവന്റ് കമ്പനി ഞാൻ ആ കോവിഡോടുകൂടി പയ്യെ സ്റ്റോപ്പ് ചെയ്തു. കാരണം കുറേ ലോസസ് വന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ IT മാത്രം ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ എൻ്റെ കമ്പനി ടെക്നോപാർക്കിലാണ്. ഒരു 7 വർഷമായ കമ്പനിയാണ്. ഇപ്പോഴും സ്റ്റാർട്ടപ്പ് സ്റ്റാറ്റസിൽ തന്നെയാണ് നിൽക്കുന്നത്. 25 പേരുണ്ട്. നമ്മൾ വെബ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ERP പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് ക്ലയൻസ് മൊത്തം US UK ക്ലയൻസ് ആണ്. ഇന്ത്യൻ മാർക്കറ്റ് ഈസ് നോട്ട് റൈപ്പ് ഇനഫ് ഫോർ മീ ടു കേട്ടർ. കാരണം കോമ്പറ്റീഷൻ ഭയങ്കരമാണ്. പ്രൈസസ് ആർ വെരി ലോ. നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ നമ്മളെക്കാളും പ്രൈസ്, കാരണം GST രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ തന്നെ 18% അഡ്വാൻറ്റേജ് മറ്റേ ആൾക്ക് കിട്ടും. ഞാൻ GST രജിസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് 18% എക്സ്ട്രാ കോസ്റ്റ്. അപ്പൊ അങ്ങനത്തെ അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ത്യ മാർക്കറ്റ് വലിയ മാർക്കറ്റിൽ നമ്മൾ പുറത്തെ മാർക്കറ്റ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കുറച്ച് പ്രോഡക്ട്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക്കലി ഹോസ്പിറ്റൽ ബുക്കിംഗ് അങ്ങനത്തെ സാധനങ്ങൾക്ക് കേറ്റർ ചെയ്യാൻ പറ്റുള്ള മേക്ക് മൈ ഷോ പോലെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഡിസൈൻ ചെയ്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇവരെല്ലാവരും എന്റർപ്രണേഴ്സ് ആണ്. എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് വളരെ ഫ്ലവറി ആയിട്ടൊക്കെ പറഞ്ഞു. ഇതുപോലെ ഒരു കാർപ്പറ്റിൽ കൂടി എന്റർപ്രണർഷിപ്പിലേക്ക് വരാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ കാർപ്പറ്റിൽ നിറയെ മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ ആയിരിക്കും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ കുപ്പിച്ചിലും മുള്ളും തരണം ചെയ്ത് നടന്നു പോകാനുള്ള ശക്തി നിങ്ങളുടെ പാദത്തിനുണ്ടാക്കിക്കൊണ്ട് അതിനൊരു കവറേജ് ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാവുള്ളൂ. അല്ലെങ്കിൽ കാല് മുറിയും. കാല് മുറിഞ്ഞാൽ തിരിഞ്ഞു പോകാമെന്ന് വിചാരിക്കരുത്. മുറിഞ്ഞാലും മുമ്പോട്ട് പോകാനുള്ള ശക്തിയും ധൈര്യവും മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പണിക്ക് ഇറങ്ങിത്തിരിക്കാവുള്ളൂ. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് തന്നെയാണ് സേഫ്. ആ ഒരു ഫീല് ഇതിൽ ഞാൻ സക്സസ്ഫുൾ ആകും, ഏത് വഴിയും ഞാൻ തരണം ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി വേണം എന്റർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങിത്തരാൻ. ചിലപ്പോൾ വീട്ടിൽ ഞാൻ എൻ്റെ ഫാമിലി പറഞ്ഞ പോലെ ആരുമില്ല ബിസിനസ് ചെയ്യുന്നവർ. ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ 1 വർഷം എടുത്തു. ജോലി റിസൈൻ ചെയ്യാൻ സമ്മതിച്ചില്ല.
ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. നിനക്ക് ആ ജോലി ഇരുന്ന് ഇപ്പോഴും നമുക്ക് ടെൻഷനാണ്, ഓരോ ദിവസവും ഓരോരോ ടെൻഷനാണ്. ബിസിനസ്സും ജോലിയും നമ്മൾ ഏറ്റവും വലിയ ജോലി ചിലപ്പോൾ സ്റ്റഡി ആയിട്ട് അങ്ങനെ പോകും. ബിസിനസ്സിന് അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ട്, ഏത് ബിസിനസ്സിലായാലും. അതിനെല്ലാം ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. കാശുണ്ട്, ഫ്ലവറി ലൈഫുണ്ട്, അടിച്ചു പൊളിക്കാം, ഇതൊക്കെ ഒരു സൈഡാണ്. അത് നമ്മളൊരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. അവിടെ എത്തുന്നത് വരെ മുള്ളുകൾ ഉണ്ടാവും, കല്ലുകൾ ഉണ്ടാവും, കുഴികൾ ഉണ്ടാവും, ചതികൾ ഉണ്ടാവും, വഞ്ചനകൾ, ഇതെല്ലാം ഫേസ് ചെയ്ത് അതിനെ തരണം ചെയ്യാനുള്ള ശക്തി മനസ്സിലുണ്ടാക്കണം. അത് തരണം ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു നിശ്ചയദാർഢ്യം നിങ്ങളെ നയിക്കണം. എങ്കിൽ മാത്രമേ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവുള്ളൂ. ഫ്ലവറി കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, അതിന്റെ അതർ സൈഡ് ഈസ് ഓൾസോ ദെയർ. അതിൽ നിങ്ങൾ എക്യുപ്ഡ് ആയിട്ട് മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങാവുള്ളൂ. ഒരു ബിസിനസ് അക്യുമിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യാം. എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അറിയണ്ടേ? എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ ഒരു 100 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ എത്ര പേര് നിങ്ങൾ എത്ര പേര് ബിസിനസ്സുകാരാണ്? ഒന്ന് കൈവയ്ക്കുക. എത്ര പേര് പ്യുവർലി ബിസിനസ്സുകാരാണെന്ന് ആഗ്രഹമുണ്ട്? ഒരാളൊരു ഇല്ല. കണ്ട 7 എന്റർപ്രണേഴ്സ് വന്ന് ഇവിടുന്ന് ഇന്ററാക്ട് ചെയ്യാണ്. ആർക്കും താല്പര്യമില്ല, എല്ലാവർക്കും ജോലി ചെയ്താൽ മതി എന്നാണോ? ആണോ? എന്ത് ചെയ്യണം തീരുമാനിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആണോ? തീരുമാനിച്ചിട്ടില്ല. തിങ്ക് ഇറ്റ്സ് 3rd ഇയർ ആണോ ഇപ്പോ? നിങ്ങൾ ഒന്നുകിൽ ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് M.Com ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ എന്റർപ്രണർ ആവണം. ഇത് കഴിഞ്ഞിട്ട് 2 വർഷം പണ്ട് ശരത്തോടെ വന്ന പോലെ കോളേജിലൊന്നും കയറ്റില്ല. ശരത്ത് 6 വർഷം കോളേജ് പിന്നെ ഉണ്ടായിരുന്നു പറയും, ഇപ്പൊ കയറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇറ്റ്സ് ടൈം ഫോർ യു ടു ഡിസൈഡ്. നിങ്ങളൊരു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സോ തിങ്ക്, എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കാതെ ഞാൻ തീരുമാനിച്ചിട്ടുള്ളോ, നിങ്ങളുടെ ടീച്ചേഴ്സ് തീരുമാനിച്ചിട്ടോ, നിങ്ങളുടെ അച്ഛൻ തീരുമാനിച്ചിട്ടോ ഒരു കാര്യമില്ല. ഞാൻ തന്നെ അതിന്റെ എക്സാമ്പിളാ. എന്നെ കൊണ്ട് ബോട്ടണി ചേർത്തതെന്ന് വെച്ചാൽ ആദ്യം പ്രീ ഡിഗ്രി +2 എൻട്രൻസ് എഴുതി കിട്ടിയില്ല. അത് ഈ ബോട്ടണി പഠിച്ചിട്ട് എൻട്രൻസ് എഴുതി കിട്ടാൻ പറഞ്ഞു. അപ്പോഴേ നമുക്കത് കിട്ടൂല. അന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ചേർന്നോളാന്ന്. കാരണം എനിക്കൊരു MBA ലൈൻ അന്ന് ഉണ്ട്. അതിലില്ല, ബോട്ടണി തന്നെ പഠിക്കണം, തന്നെ ബോട്ടണി പഠിപ്പിച്ചു. ആ ബോട്ടണി MSc ചേർത്തു. അപ്പോഴൊക്കെ ഓരോ എൻട്രൻസ് എഴുതുമ്പോൾ പ്രതീക്ഷ എനിക്ക് അടുത്ത എൻട്രൻസ് കിട്ടുമെന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷെ എന്റെ ഡ്രീമിലേക്ക് ഞാൻ പോയത് MBAക്കാണ്. മനസ്സിലായില്ലേ? ഞാൻ തിരിഞ്ഞു പോയത് MBAക്കാണ്. അപ്പോൾ നമ്മളെ പേരൻസ് ഒന്നും വിചാരിക്കുന്ന വഴിക്കായിരിക്കത്തില്ല നമ്മൾ സഞ്ചരിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്ന വഴിക്ക് തന്നെ ആയിരിക്കും അൾട്ടിമേറ്റ്ലി. അത് എത്രയും പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. സോ ഇറ്റ്സ് ടൈം ടു ഡിസൈഡ്. നിങ്ങൾ ആലോചിക്കണം എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യാൻ. ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഇല്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്ത് ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല. അത് ബിസിനസ്സിലായാലും പ്രൊഫഷനിലായാലും. ആ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ഈ ഒരു മീറ്റിംഗ് സഹായിച്ചാൽ ഒരാളുടെയെങ്കിലും മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് എനിക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ സക്സസ്ഫുൾ ആയി. തീർച്ചയായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചാൽ ഒരു 5 വയസ്സും കൂടി കുറഞ്ഞതായിട്ട് ഞാൻ കണക്കാക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും അവരുടെ ഇനീഷ്യൽ റിമാർക്സ് കഴിഞ്ഞു. നൗ വി വിൽ കീപ് ഇറ്റ് ഓപ്പൺ. ഇനി ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടാവും. എസ്പെഷ്യലി കിഡ്സ് വിൽ ഹാവ് ദറ്റ് പ്രോബ്ലം. ഒരൊറ്റ സിമ്പിൾ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ ഇതിൽ നിന്ന് പറയാനായിട്ടാണ്. 2012-15 വി ഹാഡ് എ സ്റ്റുഡന്റ് കോൾഡ് as നന്ദു. അല്ല, ഇവിടെ നമ്മുടെ നന്ദു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആലപ്പുഴ ഈ പേപ്പർ കവേഴ്സും അങ്ങനെയുള്ള പേപ്പർ പ്ലേറ്റ്സും അങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യുന്ന 12-15 ടൈമിൽ എന്ന് പറഞ്ഞാൽ ഹി ഹാഡ് നോ ഐഡിയ വാട്ട് ഹി ഈസ് ഗോയിങ് ടു ഡു. അതുകൂടെ വ്യക്തമായിട്ട് പറയാം. നിങ്ങളെ പോലെയൊക്കെ തന്നെ ഇരുന്ന സാധാരണ ഒരുത്തനാണ്. ഞാൻ എപ്പോഴും അവനെ വിളിക്കും MTയിൽ നീ ഒന്ന് വന്ന് അഡ്രസ് ചെയ്യണമെന്ന്. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് പഠിപ്പിച്ച ബാച്ചാ. അപ്പൊ ഒരു രീതിയിലും അവൻ വരത്തില്ല. അവൻ പറയും സാറേ എനിക്ക് വന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയാം. അപ്പം ബട്ട് നൗ ഹി ഈസ് ഹാവിങ് എ ടേൺ ഓവർ more than 5 crores a year. ആലപ്പുഴയിലെ അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന വളരെ സ്ട്രീറ്റ് സ്മാർട്ട് ആയിട്ടുള്ള ഒരു പയ്യനാണ്. അവന് ഇപ്പൊ പോയിട്ട് ഇപ്പം അവൻ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിട്ട് ഇപ്പൊ ഒരു 7-8 കൊല്ലം ആകുന്നുള്ളൂ. അതിനിടയ്ക്ക് തന്നെ അവൻ ഇത്രയും വലിയ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റി. സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്, ഒന്നും പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. വിച്ച് മേക്സ് മീ ആസ്ക് എ ക്വസ്റ്റ്യൻ ടു ഓൾ ദ പാനലിസ്റ്റ്. ആരെങ്കിലും അതിന് സം ഓഫ് യു ഇപ്പം പറഞ്ഞു നിങ്ങള് അച്ഛന്റെ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു കാലം വർക്ക് ചെയ്തു. 3 years down the line it was handed over. ബെന്നി സാറ് പറഞ്ഞു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന്റെ ബിസിനസ് അച്ഛൻ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. എത്രമാത്രം സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ്
ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് റെലവെന്റ് ആണ്. അല്ല നമ്മളൊരു ബ്ലൈൻഡ് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, സ്വന്തമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് നല്ലതാണോ? വാട്ട് ഈസ് യുവർ അഡ്വൈസ് ഓൺ ദാറ്റ്? പിന്നെ സാറിന് ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ ജീവൻ, അവനെ ബിസിനസ്സിലേക്ക് തന്നെ കൊണ്ടുവരണമെന്നായിരുന്നു. അവനും ബിസിനസ്സാണ് ആഗ്രഹം. ഫസ്റ്റ് ഞാൻ അവനെ വിട്ടത് ജോൺ സംബർലയുടെ എയർപോർട്ടിലുള്ള ഷോപ്പ്. എനിക്ക് തോന്നുന്നത് നിന്ന് തിരിയാൻ മാത്രമുള്ള ഒരു സ്ഥലമാണ്. സെക്കൻഡ് ഡേ അവൻ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഈ അംബ്രല്ലയുടെ പാക്കിന് ഭയങ്കര വെയിറ്റ് ആണ്, ഒരു 10-20 കിലോ വരും ഒരു പാക്ക്. അങ്കിളെ ഇത് താഴത്തുനിന്ന് ഞാൻ എടുത്തുകൊണ്ട് വരണം, അല്ലാതെ വേറെ അവിടെ ആർക്കും എൻട്രൻസ് ഇല്ലല്ലോ എയർപോർട്ടിൽ. ഞാൻ പറഞ്ഞു, തലയിലെടുക്കേണ്ടതാണെ തലയിലെടുത്തോണം. എന്ത് ജോലിയും ചെയ്യാൻ നിനക്ക് മടിയില്ലെങ്കിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അവനത് തലയ്ക്കെടുത്ത് മേളിൽ കൊണ്ടുപോയി. മേളിൽ ഇരുന്നപ്പോഴാണ് അടുത്തത് പൊട്ടിക്കാനായിട്ട് നൈഫില്ല, കത്രികയില്ല, അവിടെ സൂക്ഷിക്കാൻ പറ്റില്ല. ഷാർപ്പായിട്ടുള്ള ഒരു സാധനം അവർക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞു. അവൻ അവിടെ ജോലി ചെയ്ത് ഏതാണ്ട് ഒരു 6 മാസത്തോളം ജോലി ചെയ്തിട്ടുള്ളൂ. അവിടെ അന്നിട്ട റെക്കോർഡ് സെയില് ഇപ്പം 7 വർഷം കഴിഞ്ഞു, ആരും ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. കാരണം സെയിൽ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് അവിടുന്ന് തന്നെ അവന് കിട്ടി. പിന്നെ ഞാൻ വിട്ടത്, പേര് ഞാൻ പറയില്ല, ആലപ്പുഴയിലെ ഒരു കള്ളത്തരം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള്. ആളുടെ കൂടെ ഞാൻ പറഞ്ഞു ശമ്പളം ഒന്നും കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട, ജോലി ചെയ്യാൻ പറഞ്ഞു. 3 മാസം അയാളുടെ കൂടെ ജോലി ചെയ്തു, ഡ്രൈവറായിട്ട് കൂടെ പോയി. ഇവന്റെ ഇപ്പം ഏതാണ്ടിരിക്കുന്ന പുള്ളിക്ക് അന്ന് എന്തോ ആവശ്യത്തിന് ഇവന്റെ ഇന്നൊരു 3000 രൂപ മേടിച്ചിട്ട് അതുപോലെ കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ സൗദിയിൽ വിട്ടു. അവിടെ അവൻ ജോലി ചെയ്തു. അവിടെ ഒരു കൊറിയൻ കമ്പനിയിലായിരുന്നു. സാധനങ്ങൾ അവിടെ വരുമ്പോൾ ഈ സപ്ലൈ ചെയ്യുന്നവർ എക്സ്ട്രാ മണി കൊടുക്കും. കാരണം 100 പീസിന് ഓർഡർ ഉണ്ടെങ്കിൽ 90 പീസേ കൊടുക്കത്തുള്ളൂ. അപ്പൊ എന്നെ വിളിച്ചു, അവരിങ്ങനെ മണി തരുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് ഉള്ള ശമ്പളം മാത്രം എടുത്താൽ മതി, നീ അത് ബോസിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ബോസ് കാര്യങ്ങൾ അറിയുന്നു. അവർ രണ്ടുപേരും കൂടെ ഈ കംപ്ലീറ്റ് പരിപാടികളും നിർത്തലാക്കി. അപ്പൊ ഇവനെ അവിടെ സപ്ലൈ ചെയ്ത ആളും ഞാനുമായിട്ട് പ്രശ്നത്തിലായി. കാരണം അയാള് ഇവനെ പല രീതിയിൽ ഹരാസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇവരെല്ലാവരും ചേർന്ന ഈ കള്ളത്തരം നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അവന് ഞാൻ ആ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തത് കൊണ്ട് ഇന്ന് എന്റെ ബിസിനസ്സിലേക്ക് ഞാൻ അവനെ പാർട്ണറാക്കി. അവനാണ് ബിസിനസ്സിൽ കൂടുതൽ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ബിസിനസ്സിൽ ഇപ്പൊ അഡീഷണൽ ആയിട്ട് ടൂറിസവും മറ്റു കാര്യങ്ങളും എല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുക. ജീവൻ എന്നാണ് അവന്റെ പേര്. ഞാൻ പറഞ്ഞു വരുന്നത്, അവർ പറയുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ചെറിയ സ്ഥാപനത്തിലോ എവിടെയെങ്കിലും ഒരു കുറച്ചു കാലമെങ്കിലും ഒന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അത് ഹോട്ടലിലായിക്കോട്ടെ, ഏതെങ്കിലും റീറ്റെയിൽ ഷോപ്പിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഒരു ചെറിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ചെറുതെന്നല്ല. നിങ്ങൾക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുമോ അത് ആ പല എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. പല രീതിയിലുള്ള ആൾക്കാരെ, പല സാഹചര്യങ്ങള്, ഇതെല്ലാം നമുക്ക് ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്, ലെസൺസ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം നല്ലതാണ്. കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് തന്നെ ട്രാവൽ ഇൻഡസ്ട്രിയോട് ഇഷ്ടമായെങ്കിലും കുറച്ച് നാൾ വർക്ക് ചെയ്ത ഒരാളാണ് ഞാനും. കുറച്ച് നാൾ നമ്മൾ വെളിയിലായിരുന്നപ്പം അവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയതായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ ട്രാവൽ ഇൻഡസ്ട്രിയോടുള്ള താല്പര്യം കാരണം ഒരു ചെറിയ കോഴ്സ്, 6 മാസത്തെ കോഴ്സ് അവിടെ ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പുതിയ റിസോർട്ട് ഇവിടെ ഓപ്പണിംഗ് ആയിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഒരു റിസോർട്ടിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. തിരിച്ച് ഇവിടുത്തെ റിസോർട്ടിൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കാരണം അവിടെ അത്രയും പ്രൊഫഷണൽ ആയിട്ടായിരുന്നു എല്ലാം. ഇവിടെ വന്നപ്പം കീ പോലും പ്ലാസ്റ്റിക് വയറിൽ കെട്ടി തൂക്കിയിട്ട് അതിനറ്റത്ത് കീ ഇട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ
അവരോട് പറഞ്ഞു, കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ഈ സാഹചര്യം നമ്മൾ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യാനോ അല്ലെ നാട്ടിലൊരു ബിസിനസ് ചെയ്യാനോ ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ ആ സാഹചര്യമായിട്ട് നമുക്ക് ഇടപെടാൻ ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ എവിടെ പോയാലും രക്ഷപ്പെടാം. ആരും നമ്മളെ പറ്റിക്കത്തില്ല. കാരണം എല്ലാ പറ്റിക്കലും തരികടെ നമ്മൾ ഇവിടുന്ന് പഠിച്ചുകൊണ്ടേ ഇറങ്ങത്തുള്ളൂ. നമ്മൾ നാട്ടിൽ ഒരു സ്ഥലത്ത് ബിസിനസ് ചെയ്താൽ നമ്മളിവിടെ പറയില്ല, നമ്മുടെ ഇവിടെ എറണാകുളത്തൂടെ അല്ല കൂടെ വണ്ടി ഓടിക്കെങ്കിൽ ലോകത്ത് എവിടെ പോയാലും വണ്ടി ഓടിക്കാന്ന് പറയും. അതുപോലെ നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പം നമ്മൾ പഠിക്കുന്നത് ഉയരങ്ങളിലോട്ട് പോകാനുള്ള വഴികൾ മാത്രമല്ല, നമ്മളെ ആരും ചവിട്ടി താത്താതിരിക്കാനുള്ള വഴിയും നമ്മൾ അവിടുന്ന് പഠിക്കും. കാരണം ഇങ്ങനെ ചെയ്താൽ അല്ലെ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇവര് നമ്മളെ പഠിക്കാൻ വരുവാണോ എന്നൊരു സെൻസ് നമ്മുടെ തലയിൽ വരും. അപ്പൊ നമ്മളിപ്പം ട്രാവലിംഗ് പാക്കേജ് ഒരാൾക്ക് കൊടുത്തു, അപ്പൊ എത്ര നന്നായിട്ട് നമ്മളെ വർത്തമാനം പറയുന്ന ആളാണെങ്കിലും നമ്മൾ ആദ്യം അഡ്വാൻസ് വാങ്ങിക്കും. കാരണം അഡ്വാൻസ് വാങ്ങിക്കാതെ അവരോട് പൊക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല അവരുടെ കയ്യിലായി പോയോളേ. അത് കാശ് മേടിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അവർക്ക് നല്ല സർവീസ് കൊടുക്കാൻ നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഏത് ഇൻഡസ്ട്രിയിലോട്ട് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നോ, ഏത് ഫീൽഡിൽ വരാൻ ഉദ്ദേശിക്കുന്നോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും ഒരു മിനിമം ഒരു 1 year 2 years എങ്കിലും വർക്ക് ചെയ്തിട്ട് വരിക തന്നെയാണ് എപ്പോഴും നല്ലത്. ഓക്കെ മൈക്ക് ഇവിടെ ഇരുന്നോട്ട് വേണം. സോ ഒരു പ്രധാനപ്പെട്ട ആലപ്പുഴയിലെ ബേസിക്കലി ഇൻഡസ്ട്രി സെക്ടർ നോക്കുമ്പോൾ കൂടുതലും ട്രേഡ്, ടൂറിസം, സർവീസ് സെക്ടർ ഇതിലാണ് നമുക്ക് ഒരു ഡോമിനൻസ് കാണുന്നത്. നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ അത്രയൊരു ഗ്രോത്ത് കാണുന്നില്ല. പ്രോബബ്ലി സോളാർ അത് തന്നെയാണെങ്കിൽ നമ്മൾ അസംബ്ലി യൂണിറ്റ് എന്നുള്ള ഒരു ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് എന്നുള്ള ഒരു ആംഗിളിലായിരിക്കും. അത് ഒരു പ്രശ്നമാണോ, അല്ല അത് നമുക്ക് ഓവർകം ചെയ്യാവുന്ന, ഇഫ് യു ഹാവ് എ റിയലി ഗുഡ് ഐഡിയ ഓൺ ഒരു മാനുഫാക്ചറിങ് സെക്ടറിൽ ഉണ്ടെങ്കിൽ ഇസ് ഇറ്റ് പോസിബിൾ അങ്ങനെ ഒരു ആംഗിളിലൂടെ? ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മുടെ കേരളത്തിൽ ശരിക്കും അത്യാവശ്യമാണ്. ഇപ്പോൾ സോളാർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. എന്ത് സാധനമായാലും പുറത്തുനിന്നാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ലോക്കൽ മെയ്ഡ് ഒന്നും നല്ലതല്ല. ആ ഒരു തിങ്കിങ് ആണ്. ഇവിടെ ഇൻവേർട്ടേഴ്സ് ഇല്ലാന്നില്ല, ഇൻവേർട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് മെയ്ഡ് ഇൻ കേരള എന്ന് പറയുമ്പോൾ ആർക്കും വേണ്ട. എല്ലാം പുറത്തുനിന്ന് പൂനെന്നോ ബോംബെന്നോ ഗുജറാത്തിൽ നിന്നോ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ഇവിടെ കേരളത്തിൽ. അതുകൊണ്ടായിരിക്കാം മാനുഫാക്ചറിങ് യൂണിറ്റ് ഒന്നും കൂടുതൽ വരാത്തതും. കാരണം വന്നാൽ അത് ഇവിടെ നടക്കണില്ല. പക്ഷേ ഐ പേഴ്സണലി ബിലീവ് നമ്മുടെ കേരളത്തിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഒരുപാട് വരുന്നുണ്ട്. നിങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് ഇങ്ങനെ ഓരോ യൂണിറ്റ്സ് ഇവിടെ ഉണ്ടാക്കണം. ഒരു കോൺഫിഡൻസോടെ മുന്നോട്ട് വരണമെന്നാണ്. ഒരു ചോദ്യം വിനു സാറിന് പറഞ്ഞപ്പം എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വിനു സാർ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പ്രാക്ടിക്കലി നിങ്ങളോട് ചോദിച്ചു അല്ലേ, ഡിറ്റർമിനേഷൻ ഇല്ല, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ യു ബെറ്റർ ഗോ ഫോർ എ ജോബ്. ഇത് കേട്ടപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരു ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും ജസ്റ്റ് ബി ട്രൂ ടു യുവർ സെൽഫ്. ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ നോ ഇത് ശരിയല്ല, ഞങ്ങൾക്ക് ചെയ്യാം? ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയിട്ടുണ്ടോ? യാ പ്ലീസ് മേ ഐ നോ യുവർ നെയിം? ഗോപിക. എന്ത് ഫീൽ ചെയ്തു? അത് വേണ്ട, കുഴപ്പമില്ല. ഞാൻ എൻ്റെ കഥയിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ലേ കോമേഴ്സ് പഠിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, എന്നോടല്ല എല്ലാ കുട്ടികളോട് പറഞ്ഞത്, നിങ്ങൾ സെക്രട്ടറി ആയിട്ടേ പോവുള്ളൂ. ആ സമയത്തുള്ള തോട്ടായിരുന്നു നോ ഐ വോണ്ട് ബി സെക്രട്ടറി. അപ്പം ഐ നോ യു വിൽ ബി എ ഗുഡ് ബിസിനസ് വുമൻ ഇൻ ഫ്യൂച്ചർ. സോ എന്താണ് തീരുമാനിച്ചത്? എന്താവാനായിരുന്നു? എന്തെങ്കിലും ഒരു ഐഡിയ ബിസിനസ് ചെയ്യാൻ? അവരെല്ലാം ഇങ്ങനെ ഗ്രൂപ്പ് ആക്കി അവർക്ക് ട്രെയിനിങ് എല്ലാം കൊടുത്ത് ഇപ്പൊ ഈ കൊറിയനിലും തായിലൊക്കെ കുറെ ഫോക്ക് മ്യൂസിക് മിക്സ് ചെയ്ത് ഇന്ത്യയിൽ അധികം ഉള്ളതായിട്ട് തോന്നത്തില്ല. കുറെ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ അങ്ങനെ ഉള്ളത്.
ഒരു ഇൻഡസ്ട്രി ആയിട്ട് പിള്ളേർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ഒരു ഗ്രൂപ്പ് ആക്കി Wow, that's great. That's great. That's something individual thought ആണ്. അത് എനിക്ക് innovation ആണ്. Yeah, it's a global thought. അപ്പോൾ അത് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെയാണ് സംസാരത്തിലെ ഒരു പോയിന്റ്, ഒരു എന്തെങ്കിലും ക്ലിക്ക് ആവുമോ എന്ന് നോക്കേണ്ടത്. അപ്പം ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ്ങിലായിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം. പക്ഷെ അതിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റണത് ഒരു വലിയൊരു സംഭവം തന്നെയായിരിക്കും. അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചലഞ്ചിങ് ആയിരിക്കാം, ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കാം, മെസ്സിങ് ആയിരിക്കാം, പക്ഷെ അതിൻ്റെ കൂടെ നല്ല ഒരു റിക്കഗ്നിഷൻ ഉണ്ടാവും. അപ്പം ഐ വിൽ സജസ്റ്റ് ഓൾ ഷുഡ് ബി ഓൺട്രപ്രനർ എങ്ങനെയെങ്കിലും. മാനുഫാക്ചറിങ് സെക്ടറുമായി ബന്ധപ്പെട്ട് ഒരു സെമി മാനുഫാക്ചർ എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നത് അതിൽ ഞാനാണ്. ശരിക്കും ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ കസ്റ്റമൈസ്ഡ് ഫർണിച്ചറിന്റെ മാനുഫാക്ചറിങ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ വന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ നമ്മുടെ ഓൺലൈൻ രംഗത്ത് ഒരുപാട് പെപ്പർ ഫ്രൈ അങ്ങനെയൊക്കെ ഇല്ലേ, ഡീറ്റെയിൽ, അങ്ങനെ ഒരുപാട് പേര് കസ്റ്റമൈസ്ഡ് മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ പൊതുവെ മാനുഫാക്ചറിങ് വളരെ കുറവാണ്, സാധ്യതയില്ല എന്നൊരു തോട്ടുണ്ട്. അത് ശരിക്കും ആ സെക്ടറിനെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും ഇപ്പോൾ പുതിയ വലിയ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അപ്പോൾ സീരിയസ് ആയി ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡിലേക്ക്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ പല്ലിന് ആവശ്യമായിട്ടുള്ള ഡെന്റൽ ഇത് നിർമ്മിക്കുന്നത് കേരളത്തിലാണ്, ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ. റിലേ മാനുഫാക്ചറിങ് ഭയങ്കരമായിട്ടുണ്ട്. കയർ മാനുഫാക്ചറിങ് 200 വർഷം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ പ്രൊഡക്റ്റ് പോയതുകൊണ്ടാണ്. ഇപ്പൊ കയറിൽ തന്നെ ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്. റബ്ബർ പ്രൊഡക്ട്സ് ഭയങ്കരമായി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചാണ് പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ ഇല്ല എന്നുള്ളത്. കൂടുതലും സർവീസ് ഇൻഡസ്ട്രിയിലാണ് നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷെ നമ്മുടെ പോലുള്ള ഡിസ്കഷൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യ ചൈനയെ പോലെ, ചൈന പണ്ട് ഒരു കോപ്പിങ് ആയിരുന്നല്ലോ, അവർ പക്ഷെ ഇപ്പൊ ഇന്നോവേഷൻസിലേക്ക് പോയി. മൊബൈൽ ഫോണാണ്, ഇപ്പോൾ ഇലക്ട്രിക് കാർസ് അവരാണ്. അപ്പോൾ ലോകത്ത് എല്ലാ ബ്രാൻഡുകളെയും റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ചൈന നമ്മളെക്കാൾ ഒരു 20 വർഷം മുമ്പിൽ പോയി. അപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ, സയൻസ്, പ്രൊഡക്ട്സ് മാനുഫാക്ചറിങ് എന്നീ കാര്യങ്ങളിലാണ് ശ്രദ്ധ ഊന്നേണ്ടതെന്നാണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കഷൻ നടക്കുന്ന ഒരു സമയത്താണ് വരുന്നത്. അതിൽ തന്നെ കേരളത്തിലെ സാധ്യത എന്ന് പറയുന്നത്, ഇവിടെ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒന്ന് അവൈലബിലിറ്റി ഓഫ് ലേബർ, റോ മെറ്റീരിയൽ, നമ്മുടെ സ്ഥലം, സ്പേസ്, ഗവൺമെന്റ് റൂൾസ്. അപ്പോൾ ഈ കാര്യത്തിൽ ലേബർ നമ്മളുടെ ഇവിടെ കുറവാണ്. സ്വാഭാവികമായും എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ ചീപ്പ് ലേബർ കിട്ടില്ലായിരിക്കാം. സ്ഥലവും കുറവാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത. എന്നിരുന്നാലും ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് ബിസിനസ്സുകൾ, ഇന്നോവേഷൻ നമുക്ക് നന്നായി നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, IT തന്നെ ഒരു പ്രൊഡക്റ്റാണ്, മ്യൂസിക് ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ IT തന്നെ വീക്കൻസോൾ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഫ്രണ്ടാണ് ഉണ്ടാക്കിയത്, ജോയ് സെബാസ്റ്റ്യൻ ആണ്, നമ്മുടെ ആലപ്പുഴക്കാരനാണ്, ഒരു മത്സ്യത്തൊഴിലാളിയുടെ മോനാണ്. അയാൾ IT നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മുഴുവൻ സോഫ്റ്റ്വെയർസിന്റെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് 20 വർഷം മുമ്പ് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭ്രാന്താന്നാ പറഞ്ഞത്. പക്ഷെ പുള്ളി ഇന്ന് 500 കോടി രൂപയുടെ ഒരു കമ്പനിയുടെ ഓണറാണ്. സാംസങ് വരെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ, എല്ലാ മേഖലയിലും സാധ്യതകളുണ്ട്. ആ മേഖല വളരെ ഫോക്കസ്ഡ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസറായി എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നമ്മുടെ ജോയ് സെബാസ്റ്റ്യൻ സാറിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഈ റൂമിന്റെ വീഡിയോ കോൺഫറൻസിങ് ഫെസിലിറ്റി ചെയ്തത് ആക്ച്വലി ജോയ് സെബാസ്റ്റ്യൻ സാറാണ്. ഷംസാറിന്, സുബേഷ് സാറിന് ഒരു മേ ബി റിലേറ്റഡ് ടു സാറിനറിയോ കൂടുതൽ. ഇന്നിപ്പോ ഈ ലെൻസ് കാർട്ട് പോലെയുള്ള ധാരാളം ഓൺലൈൻ ആയിട്ടുള്ള പർച്ചേസിങ് ഓപ്ഷൻസ് ഉള്ളപ്പോ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഷോപ്സ് അതിനെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു, അത് നിങ്ങളും ഓൺലൈൻ ആംഗിളിലേക്ക് ചിന്തിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഇപ്പം ശരത്തിന്റെ ഏരിയ പോലെ ഇന്റീരിയർ ഡിസൈനിങ്, ഇന്നിപ്പോ AI ഡിസൈൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ ഒരു വലിയ ചലഞ്ചാണ്. മാൻ പവറിന്റെ റീപ്ലേസ്മെന്റ് എന്നുള്ള ഒരു ആംഗിളിലേക്കുള്ള ഈ പുതിയ ട്രാൻസ്ഫോർമേഷൻസ് ബിസിനസ്സിൽ വരുന്നതിന് നമ്മൾ എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്? താങ്ക് യു. ഗുഡ് ക്വസ്റ്റ്യൻ. ശരി, നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു 20 വർഷം മുമ്പുള്ള ലോകമല്ല ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ഇപ്പോൾ ഗോപിക പറഞ്ഞ ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കൺസെപ്റ്റാണ്.
കാരണം അത് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിലെ ആലപ്പുഴ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിന്റെ ലിമിറ്റ് ഈസ് ദ സ്കൈ. ഇപ്പോ സാറ് ചോദ്യം എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റുകളുടെയും ഓൺലൈൻ വ്യാപാരത്തിന്റെയും ചലഞ്ച്. ഇറ്റ്സ് എ റിയൽ ചലഞ്ച്. പക്ഷേ ഈ ചലഞ്ച് എന്നും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന പോലെ തന്നെ ഇന്റർനെറ്റ്. നമുക്ക് ഇന്റർനെറ്റ് കിട്ടിയിരുന്നത് മുമ്പ് വളരെ എക്സ്പെൻസീവ് ആയിരുന്ന ഇന്റർനെറ്റ് കിട്ടിയിരുന്നത് അല്ലേ. അതിനുശേഷം ഒപ്റ്റിക്കൽ ഫൈബർ വന്നതിന് ശേഷം നമുക്ക് മൊബൈൽ വഴിയും മറ്റ് ഇന്റർനെറ്റ് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇന്റർനെറ്റ് കിട്ടിയിരിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് സർഫസ് മേഖലകൾ മാത്രമാണ്. ലോകത്ത് പുതുതായി ഇലോൺ മസ്ക് ഒരു പുതിയ കമ്പനി കണ്ടുപിടിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് തരാൻ പോകുന്നു എന്ന് പറയുന്നു. സാറ്റലൈറ്റ് വഴി ഇന്ന് കടലിലും കായലിലും വീടുകളിലും എല്ലാം കപ്പലിലും ഫ്ലൈറ്റിലും ഒക്കെ നമുക്ക് ഇന്റർനെറ്റ് കിട്ടും. ആ ഒരു ഇന്റർനെറ്റിന്റെ പൂർണ്ണമാകുന്നു അവിടെ. നമുക്ക് എല്ലായിടത്തും ഇന്റർനെറ്റ് കിട്ടുന്നു. അപ്പോ ഇന്ത്യയിൽ ഇലോൺ മസ്ക് ഇന്ത്യൻ ഗവൺമെന്റ് സമീപിച്ച് പറയുന്നു, ഞാൻ ഇന്ത്യയിൽ ഇന്റർനെറ്റ് തരാം, സാറ്റലൈറ്റ് വഴി ലോകത്തെല്ലായിടത്തും കിട്ടും. സ്വാഭാവികമായും ഇന്ത്യയുടെ ഇന്റർനെറ്റിന്റെ കുത്തകൾ ജിയോ, BSNL, പിന്നെ ഐഡിയ പോലുള്ള കമ്പനികളാണ് അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ചലഞ്ചാണ്. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഞാൻ കന്നഡ വ്യാപാരം ചെയ്യുന്നത് ലെൻസ്കാർട്ട് എനിക്കൊരു ചലഞ്ചാണെങ്കിൽ, ജിയോ പോലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ജിയോയ്ക്കൊരു ചലഞ്ചാണ് എങ്ങനെ ഇന്റർനെറ്റുകൾ ഇപ്പോ ഇലോൺ മസ്ക് കൊണ്ടുവരികയാണെങ്കിൽ അവരെ കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എയർടെലും അല്ലെങ്കിൽ മറ്റു കമ്പനികളും എല്ലാം പൂട്ടിപ്പോകും. അപ്പോ ജിയോ ദേ അപ്രോച്ച് ദ ഗവൺമെന്റ്, ഞങ്ങൾക്കും സാറ്റലൈറ്റ് ലൈസൻസ് തരണം, ഞങ്ങളും ഇന്റർനെറ്റ് ഈ ഫെസിലിറ്റി ഈ മസ്ക് തരുന്ന അതേ ഫെസിലിറ്റി ഞങ്ങൾ കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ അങ്ങനെ അവർ ചെയ്യാതിരുന്നാൽ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് കടലിനടിയിലൂടെ നമ്മുടെ ആലപ്പുഴ കടപ്പുറത്തുകൂടെ ഈ കേബിൾ വന്നിട്ട് നമുക്ക് ഇന്റർനെറ്റ് വന്നിട്ടുള്ളത്. ഈ പൈസ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തത് ഇത്ര വർഷം കൊണ്ട് നമുക്കിത് മുതലാക്കി എടുക്കാം എന്നുള്ളൊരു ഫാർ സൈറ്റിലാണ് ജിയോയും മറ്റുള്ള പ്രൊവൈഡേഴ്സും ISPകളും പൈസ മുടക്കിയത്. ഇലോൺ മസ്ക് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ സാറ്റലൈറ്റ് അമേരിക്കയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ള ഓർബിറ്റ് വഴി ഞാൻ കറണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്റർനെറ്റ് തന്നോളാം എന്ന് പറയുമ്പോൾ വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇവരെ ഒഴിവാക്കും. സ്വാഭാവികം. നമ്മൾ മുമ്പൊക്കെ BSNL ഉപയോഗിച്ചിരുന്നതാണ് ലാൻഡ് ലൈനിൽ. നമ്മൾ ജിയോ വന്നപ്പോൾ നമ്മൾ അവരെയൊക്കെ നിഷ്കരണം കാരണം നമ്മൾ എപ്പോഴും ചീപ്പായിട്ട് നോക്കുന്നു. കാരണം നമുക്ക് പൈസ ഇല്ലാത്തവരാണ്. നമ്മൾ എവിടെയാണ് കുറച്ച് കിട്ടും നമ്മളിന് പോകും. അത് തന്നെയാണ് സാറിന്റെ ക്വസ്റ്റ്യനിലുള്ളത്. കന്നഡ വ്യാപാരത്തിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലെൻസ്കാർട്ട് പോലുള്ള സ്ഥാപനം, ലെൻസ്കാർട്ട് ആദ്യം ഓഫ്ലൈൻ മാത്രം നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും അറിയാം അല്ലേ, ഓൺലൈൻ മാത്രം ചെയ്തിരുന്ന സ്ഥാപനമാണ് ലെൻസ്കാർട്ട്. അവർ ഓൺലൈനിൽ കന്നഡ തരും, പക്ഷെ അതിന് വലിയൊരു പരിമിതിയുണ്ട് കന്നഡയ്ക്ക് മാത്രം. ഇപ്പോൾ ഷർട്ട്, ഷൂ, ബാഗ് എല്ലാം നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാം. കാരണം നമ്മുടെ സൈസ് അനുസരിച്ച് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പക്ഷെ കന്നഡയ്ക്ക് ഒരു പ്രശ്നം, കന്നഡ നമ്മൾ പരിശോധിച്ച് പ്രിസ്ക്രൈബ് ചെയ്ത് ഡോക്ടറുടെയോ ഒപ്റ്റോമെട്രിസ്റ്റിന്റെയോ പരിശോധനയിൽ കണ്ണ് പരിശോധിച്ച് പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ കന്നഡ എടുക്കാൻ പറ്റൂ. അപ്പൊ ലെൻസ്കാർട്ടിന്റെ പരിമിതി എന്ന് പറഞ്ഞാൽ, ലെൻസ്കാർട്ട് ഓൺലൈനിൽ വിൽക്കുന്നത് മുഴുവൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ സാധനം ഓർഡർ ചെയ്ത് തിരിച്ചു വരുന്നു. ഇത് കണ്ണിന് ഫിറ്റ് ആകാം, കണ്ണിന് ഫിറ്റ് ആകാതിരിക്കാം. ഇനി കാഴ്ചയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് 100% അവർക്ക് ഉറപ്പ് തരാൻ പറ്റാത്തൊരവസ്ഥ വന്നു. സോ ദേ ഓപ്പൺഡ് ഓഫ്ലൈൻ സ്റ്റോർ. ഇന്ന് ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് ലെൻസ്കാർട്ടാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കൺവെൻഷനലായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് സാർ ഉന്നയിച്ചത്. നമുക്ക് എപ്പോഴും ഇപ്പൊ കെന്ന് ചെയ്യുന്നത്, കെന്റെ ചിന്ത തന്നെ അങ്ങനെയാണ്. ചലഞ്ചുകൾ എപ്പോഴും വരും. നമ്മൾ സ്വയം പര്യാപ്തതയോടുകൂടി നമ്മുടെ സർവീസ്, നമ്മുടെ പ്രൊഡക്റ്റ്, ഏറ്റവും നല്ല സാധനം, ഏറ്റവും വില കുറച്ച്, നല്ല ആറ്റിറ്റ്യൂഡ് കൂടി, നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോട് കൂടി, നല്ല കസ്റ്റമർ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു മിനിമം ബിസിനസ് നമുക്ക് പ്രിവെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ ലെൻസ്കാർട്ടൊന്നും ഇറ്റ് വോണ്ട് ഗോ ലോങ്. കാരണം അതെല്ലാത്തിനും ഒരു സാറ്റുറേഷൻ പീരീഡ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ അടുത്തത് വരും. എല്ലാ ബിസിനസ്സിലും അങ്ങനെയാണ്. അപ്പോൾ നേരത്തെ ഇവിടെ വിനുസാറ് പറഞ്ഞ പോലെ, നിങ്ങൾ ഒരു 10,000 രൂപയോ 20,000 രൂപയോ 50,000 രൂപയോ മാസ വരുമാനമുള്ള ഒരു ജോലിക്കാരനായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ കഠിനമായ വഴികളിലൂടെ കടന്നു പോകും നിങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് ജീവിതം ഒന്നും അറിയുന്നില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് മഴയത്തോ വെയിലത്തോ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ ജോലി ചെയ്തോ ഗൾഫിലോ ഒക്കെ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ മാത്രം ചെലവഴിച്ചാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് ബാധ്യത ഇപ്പം അച്ഛനോടും അമ്മയോടും രക്ഷിതാക്കളോടും മാത്രമേ ഉള്ളൂ.
പക്ഷെ നാളെ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബത്തിലേക്കും നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവന്ന അവസ്ഥയിലേക്ക് വരുമ്പം ആ ആഗ്രഹങ്ങൾ എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരണം. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഗോപിക പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ. കാരണം 20 വർഷം മുമ്പ് ഇല്ലാതിരുന്ന സൗകര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്, ലോകം നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു വിരൽ തുമ്പിലുണ്ട്. അതിനെ ഉപയോഗിക്കുക. ഈ സാറിന്റെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാ ചലഞ്ചുകളെയും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ചലഞ്ചുകൾ വന്നുകൊണ്ടേയിരിക്കും. ധീരുഭായ് അംബാനിക്ക് ചലഞ്ച് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ കൊച്ചു കടക്കാരൻ ചലഞ്ച് ഉണ്ട്. ലുലു വന്നപ്പോൾ ആ പ്രദേശത്തെ ഒരുപാട് കടകൾ പൂട്ടിപ്പോയി. കൊച്ചു കടകൾ സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പോൾ ചെറിയ പെട്ടിക്കടകളൊക്കെ പൂട്ടിപ്പോയി. പക്ഷെ അവര് they will survive and they will find another source of income. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സാർ. താങ്ക് യു. ശരത്ത്, ഡിസൈനിങ് സെക്ടറിലെ AI എന്ന് പറഞ്ഞാൽ ശരിക്കും AI എന്ന് പറയുന്നത് ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി പോലെയാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോൾ നമുക്ക് ജോലി പോകുമെന്ന് വിശ്വസിച്ചിരുന്നില്ലേ, പക്ഷെ ജോലി കൂടുകയാണ് ചെയ്ത്. അതുപോലെ AI എന്ന് പറയുന്നത് നമ്മളെ തൊഴിലിനെ സ്റ്റോപ്പ് ചെയ്യല്ല, യഥാർത്ഥത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യായിരിക്കും ചെയ്യുന്നത്. AIക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടറിനും ചെയ്യാൻ പറ്റാത്ത പോലെ. ഇപ്പൊ ആർട്സ് ചെയ്യാൻ പറ്റത്തില്ല, ഹ്യൂമൻ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഒരു എഴുതാം, പക്ഷെ ഒരാൾക്ക് വേണ്ട പോലെ എഴുതാൻ കഴിയില്ല. അപ്പോ എല്ലാ കാര്യത്തിനെയും ഇന്നോവേഷൻസിനെ നമുക്ക് എതിർക്കാൻ കഴിയില്ല. പക്ഷെ ഇന്നോവേഷൻസിനെ നമ്മളാണ് ഉണ്ടാക്കുന്നത്, അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അത് പറയാനുള്ളത്. ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ എഴുത്ത്, മനുഷ്യന്റെ ആർട്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും മനുഷ്യന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ടച്ചസ്, നേരിട്ട് കാണുന്ന വിഷൻ, അപ്പൊ അതിനെ ഒന്നും റീപ്ലേസ് ചെയ്യത്തില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ കൂടുതൽ സാധ്യതകൾ തുറക്കത്തേ ഉള്ളൂ എന്ന് കരുതിയാൽ മതിയാവും. താങ്ക് യു. വിനു സാറിനോടാണ്. വിനു സാറ് സംസാരിച്ചപ്പോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇൻസ്റ്റിങ്. നമുക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് ഇൻസ്റ്റിങ് എന്ന് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, അത് ഫോളോ ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് പല ഇൻസ്റ്റിങ്സ് ഉണ്ടാവും. പക്ഷെ അത് പോകണോ വേണ്ടയോ എന്നുള്ള ആശങ്ക, ഒന്നിലധികം ഇൻസ്റ്റിങ്സ് നമുക്ക് വരാം. എസ്പെഷ്യലി സാറിന്റെ ബിസിനസ് ജേർണിയിൽ സാറ് പറഞ്ഞൊരു വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞ കോവിഡ് ആയിരുന്നപ്പോഴത്തേക്കും ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഫെയിലിയർ ആണെന്ന് റിയലൈസ് ചെയ്യുകയും ഈ നമുക്ക് തുടങ്ങുന്ന ഒരു ബിസിനസ് നിർത്താനുള്ള തീരുമാനം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടഫസ്റ്റ് ആയിരിക്കും പ്രോബബ്ലി. ഒരു ഇമോഷണൽ ബോണ്ടിങ് നമുക്കൊരു ബിസിനസ്സിനോട് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒപ്റ്റിക്കൽസ് സപ്പോസ് ഇറ്റ് ഇസ് വെരി പുവർലി റണ്ണിങ്, എനിക്കത് വേണ്ട എന്ന് വെക്കാൻ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദ വെരി ഡിഫിക്കൽട്ട് ഡിസിഷൻസ് ആണ്. സോ അങ്ങനെ വരുമ്പോ അങ്ങനെയുള്ള ചലഞ്ചസിൽ വാട്ട് ഈസ് ദ വേ ഔട്ട്? എങ്ങനെയാണ് നമ്മൾ ആ തീരുമാനം എടുക്കാൻ പറ്റുക? ഈ ബിസിനസ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നതിൽ പണ്ട് ഒരു കമ്പനിയുടെ ലൈഫ് പറഞ്ഞുകൊണ്ടിരുന്നത് 15 years, 20 years, 50 years, 100 years ഒക്കെ ഉള്ള ബിസിനസ്സുകളെ കുറിച്ചാണ്. ഇപ്പൊ ടാറ്റ തുടങ്ങിയിരിക്കുന്ന സ്റ്റീൽ കമ്പനിക്കൊക്കെ 100 years കഴിഞ്ഞു കാണും. പക്ഷെ ഇപ്പോൾ ബിസിനസിന്റെ ലൈഫ് സ്പാൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ബിക്കോസ് ചേഞ്ചസ് അത്ര ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. എസ്പെഷ്യലി ടെക്നോളജി ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ചേഞ്ചസ് വരുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇവന്റിന്റെ പ്രോപ്പർട്ടി അല്ല നാളെ രാവിലെ ഒരു ഇവന്റിന് വേണ്ടി വരിക. കാരണം പണ്ട് ഞാൻ ഉണ്ടാക്കിയ തടിയിൽ ഉണ്ടാക്കിയ സാധനമാണ് ഇപ്പൊ ഇന്ന് LED ആയി, നാളെ വേറൊരു പ്രോപ്പർട്ടി ആയി. അപ്പൊ എവ്രി ഡേ നമ്മൾ ഏത് ഫീൽഡിലായാലും ചേഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചേഞ്ചിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ചേഞ്ച് ഈസ് ദ ഓൺലി തിങ് വിത്തൗട്ട് ചേഞ്ച്. ഓക്കെ, സോ നമുക്ക് ആ ചേഞ്ചിനനുസരിച്ച്, നമ്മുടെ ബിസിനസ്സിൽ വന്നേക്കുന്ന ചേഞ്ചിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്താൽ ഇറ്റ്സ് ബെറ്റർ യു ക്വിറ്റ്. കാരണം നമ്മൾ അവിടെ നിർത്തിയില്ലെങ്കിൽ നമ്മൾ അതുവരെ ഉണ്ടാക്കിയ എല്ലാ പ്രോഫിറ്റും തിരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. നമ്മൾ ഉണ്ടാക്കിയ എല്ലാ റെപ്യൂട്ടേഷനും നമ്മുടെ കയ്യിൽ നിന്ന് പോവും. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്ന് കേട്ടിട്ടില്ലേ? ഒരു ബിസിനസ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ ഇനി ഞാൻ ഇതിനു വേണ്ടി, കാരണം കോവിഡിൽ ഞാൻ നിർത്തിയ സിറ്റുവേഷൻ ഞാൻ പറയാം. ഒരു 11 വർഷത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് എൻ്റെ കമ്പനി ഞാൻ അന്ന് എനിക്ക് 9 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്നു കോവിഡിന് ജസ്റ്റ് മുമ്പ്. പക്ഷേ ആ ഒരു ഒറ്റ പോയിന്റിൽ എനിക്കൊരു 2 കോടി അടുത്ത് ലോസ് വന്നു. കാരണം അഡ്വാൻസ് വാങ്ങിച്ചു. ഈ ഇവന്റിന്റെ കൂടെ ടൂറും കോൺഫറൻസും ആണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 2 കോടിയുടെ അടുത്ത് എനിക്ക് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബുക്കിംഗ്സിന് വേണ്ടിയിട്ടൊക്കെ. ഇത് കൊടുത്ത ഒരു ഒറ്റ ഹോട്ടൽ എനിക്ക് തിരിച്ചു തരാം. കാരണം അവർ കൂട്ടിപ്പോയി. എൻ്റെ അടുത്ത് നിന്ന് ക്ലയന്റ് തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. സോ ഞാനപ്പോൾ 2 കോടി രൂപ, കാരണം ഇവന്റ് നടന്നുമില്ല, ബുക്ക് ചെയ്ത ഡേറ്റിൽ പ്രോഗ്രാം നടന്നിട്ടുമില്ല. സോ ഞാൻ 2 കോടി രൂപ കടത്തിലായി.
ലിറ്ററലി എൻ്റെ പൈസ അല്ല, ക്ലയന്റിന്റെ പൈസ വാങ്ങിച്ച് ഞാൻ അഡ്വാൻസ് കൊടുത്തേക്കുമാണ്. പക്ഷെ എൻ്റെ അന്നത്തെ സിറ്റുവേഷൻ ഞാൻ 2 രൂപ കടത്തില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ടൂറിസം ഇൻഡസ്ട്രി 2 വർഷം എടുത്തു പിക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ആ 2 വർഷം പിക്ക് ചെയ്യാൻ ഭയങ്കര സ്ലോ പേസ്, കാരണം ആർക്കും ട്രാവൽ എസ്പെഷ്യലി നമ്മൾ പുറത്തേക്കൊക്കെ ഫ്ലൈ ചെയ്യുന്നതൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. സോ അപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഈ കോൺഫറൻസുകളൊക്കെ എല്ലാം ക്യാൻസൽ ചെയ്തു. 2 വർഷത്തേക്ക് ഒരു ഇവന്റ് നടന്നില്ല. സ്റ്റേറ്റ് വിട്ടിട്ട് കോൺഫറൻസ് ചെയ്യാൻ പാടില്ല, 25 പേര് കൂടുതൽ കോൺഫറൻസ്, ഇങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. ഇവന്റ് ഒന്നും നടന്നില്ല. സോ ഈ ഹോട്ടലിൽ എന്ത് ചെയ്യുന്നറിയോ, എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ നെക്സ്റ്റ് ബുക്കിംഗ് 1 ഇയറിലേക്ക് നമ്മൾ ഡേറ്റ്സ് തന്നേക്കാം, എന്നാ പ്രോഗ്രാം നടത്തുന്നത് അന്ന് ചെയ്തോളാൻ പറഞ്ഞു. പ്രോഗ്രാം നടന്നില്ല. സോ അപ്പൊ എനിക്ക് തോന്നി ഇത്രയും, പിന്നെ ഞാൻ ഇനി തിരിച്ച് റീബിൽഡ് ചെയ്ത് 11 വർഷത്തെ എഫർട്ട് ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് എന്റെ കമ്പനിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊരു ഫീൽ വന്നപ്പോഴും അത്ര എഫേർട്ട് ഇടാനുള്ള ഒരു മാനസികമായ ഒരു എന്താ ഒരു തയ്യാറെടുപ്പ് എനിക്ക് ഇല്ലാത്തത് കൊണ്ടും ഞാൻ അവിടെ നിർത്തി. സിമ്പിൾ. അത് ആ ഇൻഡസ്ട്രി ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാനിപ്പോ ഇവന്റ്സ് ചെയ്യുന്നില്ല. നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ജീവിതത്തിൽ. ഇപ്പൊ യു ഷുഡ് ലേൺ ടു സേ നോ. ജീവിതത്തിൽ നോ പറയാൻ പഠിക്കുക എന്ന് പറഞ്ഞൊരു ആർട്ടുണ്ട്. നിങ്ങളടുത്ത് ഒരു കാര്യം ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് കൊടുക്കണമെന്നില്ല, കൊടുത്തില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചായിരിക്കും നിങ്ങളത് കൊടുക്കുന്നത്, അല്ലേ? നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു, പേരൻസിനെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അത് ഒബേ ചെയ്യുന്നത്. 2 രീതിയിൽ അതിനെ ടാക്കിൾ ചെയ്യാം. അച്ഛന് വേറെ പണിയില്ലേ എന്ന് ചോദിക്കാം, ഏത് വേറെ പണിയില്ലേ എന്ന് ചോദിക്കാം. പക്ഷേ അവിടെ നമ്മൾ ഒരു ഒഫൻസീവ് മോഡിലാണ് നോ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു അച്ഛനെ വളരെ കാര്യമായിട്ട് സംസാരിച്ച്, അച്ഛാ ഇങ്ങനെ അല്ല അച്ഛാ, ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇങ്ങനെ അല്ല പോകുന്നത്, എനിക്ക് ഈ കോഴ്സ് അല്ല പഠിക്കേണ്ടത്, എനിക്ക് ഇത് പഠിച്ചാലാണ്, കാരണം എന്റെ ടാലൻസ് വെച്ചിട്ട് നമുക്ക് അവരെ കൺവിൻസ് ചെയ്ത് നോ പറയാം. There are 2 ways. So learn the art of saying no. ഏത് കാര്യത്തിലായാലും അങ്കിലേ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. അതേപോലെ തന്നെയാണ് ലേൺ ദ ആർട്ട് ഓഫ് ക്ലോസിങ് എ ബിസിനസ്. അതൊരു ആർട്ടാണ്. ഇത് വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ തെണ്ടിപ്പോവും. വീട് വരെ വിറ്റിട്ട് ചിലപ്പോൾ സാലറി കൊടുക്കേണ്ടി വരും. സോ ലേൺ ടു ക്ലോസ് ഇറ്റ്. ഇപ്പൊ എത്ര ബിസിനസ്സുകൾ പൂട്ടി, ഇപ്പൊ സ്റ്റാർട്ടപ്പുകൾ നോക്കിയേ, അതിങ്ങനെ വളർന്നങ്ങോട്ട് ബൂം ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞിട്ട് ഒറിജിനൽ ഓണേഴ്സ് ആർ എക്സിറ്റിംഗ്. പിന്നെ ചിലപ്പോൾ വലിയ കമ്പനികളായിരിക്കും അത് ടേക്ക്, കാരണം അത്രയും ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും അത് മുകളിലോട്ട് പോകണമെങ്കിൽ. ആ ഇൻവെസ്റ്റേഴ്സ് അവിടെ എക്സിറ്റ് ചെയ്യും. പിന്നെ അത് കൊണ്ടുവന്ന് വേറെ കോർപ്പറേറ്റ്സ് ആയിരിക്കും. അവരും കുറച്ച് കഴിയുമ്പോൾ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ആളുകൾ അതിനകത്തുണ്ടോ? ഇല്ല. നിങ്ങൾ സ്റ്റാർട്ടപ്സ് എടുത്ത് നോക്ക്, വളരെ വലുതായ സ്റ്റാർട്ടപ്സിലൊന്നും തുടങ്ങിയ ആളുകളില്ല. സോ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട സമയമാകുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. താങ്ക് യു. ഒരു 6 months ബാക്ക് ഒരു ഹൗസ് ബോട്ടിൽ ഒരു ഗസ്റ്റുമായിട്ട് ഞാൻ പോയ വഴിക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഓൺ ദ വേ ഈ ഹൗസ് ബോട്ടുകാരന് താല്പര്യമുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ് സെന്റേഴ്സിലോട്ട് കൊണ്ടങ്ങ് നിർത്തുക. അത് സർട്ടിഫൈഡ് ആണോ എന്നറിയില്ല, വെദർ അവിടെ ഉള്ളവര് ക്വാളിഫൈഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ളവരാണോ എന്നറിയില്ല. ഇന്ന് ഇത് ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഇപ്പൊ നിതിൻ സാറിന്റെ ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് അതൊരു വലിയ ചലഞ്ച് അല്ലേ? അതിനെന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ അസോസിയേഷനോ അങ്ങനെ എന്തെങ്കിലും ലെവലിൽ അതിനൊരു ടാക്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാ നിങ്ങൾ അത് ഓവർകം ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞിരുന്നു അതൊരു വലിയ ചലഞ്ച് ആണ് എന്നുള്ളത്. എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുന്നു? ഇതുവരെ അത് ഓവർകം ചെയ്തിട്ടില്ല. സത്യത്തിൽ അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. പക്ഷെ നമ്മൾ ജെനുവിൻ ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു എന്നുള്ള ലേബലിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിള്, നമ്മൾക്ക് വരുന്ന എൻക്വയറിയിൽ ഒരു 80% നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള എൻക്വയറി അല്ല. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ആ ഒരു ഹൗസ് ബോട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആള് ഒരു ഗസ്റ്റ് അകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെ അവരുടെ അടുത്തുനിന്ന് മാക്സിമം പൈസ ഈടാക്കാം എന്നാണ് അവർ നോക്കുന്നത്. അതിന് ഈ പറയുന്ന ജെന്യുവൻ ആയിട്ടുള്ള ഒരു സെന്ററിലല്ല അവരെ കൊണ്ടുപോകുന്നത്. അവർക്ക് ആ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള സെന്ററിലും അല്ല പോകുന്നത്, കമ്മീഷൻ മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഞങ്ങളെ പോലെ ആ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ആയുർവേദം ചെയ്യുന്നവർക്ക് ഇത് വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് ഒരു അസോസിയേഷനും നിലവിൽ ഇന്നേ വരെ വന്നിട്ടില്ല. ഇതില് അസോസിയേഷൻ വരാൻ വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുക്കാനായിട്ട് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫ് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു അസോസിയേഷൻ ഉണ്ടാക്കി
ഇങ്ങനെ വരുന്ന ആൾക്കാരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനാണ്. പക്ഷെ പൈസയുടെ ഒരു ക്യാഷ് കൂടുതൽ കിട്ടുന്ന ഒരു മേഖലയിൽ ആൾക്കാർ നിൽക്കുമ്പം ആരും ഇതിന് താല്പര്യപ്പെട്ട് ഒരിക്കലും വരത്തില്ല. അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഞങ്ങളെ പോലെ പാരമ്പര്യമായിട്ടുള്ള ആയുർവേദം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെയാണ്. പിന്നെ മാക്സിമം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ മാക്സിമം അത് പ്രാക്ടിക്കലായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗസ്റ്റിനെ മാക്സിമം ഒരു പ്രാവശ്യം നമ്മുടെ അടുത്ത് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഗസ്റ്റ് പോകത്തില്ല. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനു വേണ്ട എഫർട്ട് നേരത്തെ തന്നെ എടുത്തിരിക്കണം. നമ്മളുടെ ഒരു ഹിസ്റ്ററി അവർക്ക് കൊടുത്തിരിക്കണം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയിച്ചിരിക്കണം. തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് താമസിച്ചായാലും നമുക്ക് വിജയം നമ്മുടെ അടുത്തോട്ട് തന്നെ വരും. അതാണ്. മാഡം ആഡ് ചെയ്യണം. ഈ ടൂറിസം, ആയുർവേദം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമ്മീഷൻ പോകുന്ന ഒരു ഫീൽഡാണ്. ഇപ്പം ഞാൻ ഇവിടെ ഒരു ട്രാവൽ ഏജന്റ്, എൻ്റെ അടുക്കൽ ബോംബെയിൽ നിന്ന് നിതിൻ വിളിച്ചു ചോദിക്കുവാണ്, മാഡം ഒരു ഹൗസ് ബോട്ട് നാളത്തേക്ക് വേണം, എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഞാൻ പറഞ്ഞ 6000 രൂപ. നിതിനോട് അത് ചോദിച്ചത് ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് അടുത്ത ട്രാവൽ ഏജന്റ് ആയിരിക്കും. ഞാൻ കൊടുത്ത 5000 രൂപ നിതിൻ അടുത്ത ആൾക്ക് കൊടുക്കുന്ന 6000 രൂപയ്ക്കായിരിക്കും. ആ 6000 രൂപയുടെ ആള് ക്ലയന്റിന് കൊടുക്കുന്നത് 7000-നായിരിക്കും. ആ ക്ലയന്റ് ഇവിടെ വരുമ്പം 7000 റുപ്പീസിന്റെ റിട്ടേൺസ് ആണ് ആ ക്ലയന്റ് പ്രതീക്ഷിക്കുന്നത്. ആ ക്ലയന്റ് ഓർക്കുന്നില്ല ഇതിനകത്തുനിന്ന് ഈ കൊടുക്കുന്ന എനിക്ക് 5000 കിട്ടുന്നുള്ളൂ, അതിനുള്ളത് ഞാൻ കൊടുക്കത്തുള്ളൂ എന്ന്. ക്ലയന്റ് പ്രതീക്ഷിക്കുന്നത് ആ 7000-ന്റെ റിട്ടേൺ ആയിരിക്കും. അപ്പം അവിടെ അവര് പറയും, അയ്യോ നമ്മള് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. പക്ഷെ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല, എനിക്ക് തന്ന ബിസിനസ് ഞാൻ ഇത്ര രൂപയ്ക്കാണല്ലോ ഇന്നയാൾക്ക് കൊടുത്തതെന്ന് നമുക്ക് ഒരിക്കലും ക്ലയന്റിനോട് പറയാൻ പറ്റത്തില്ല. ക്ലയന്റിനെ നമ്മൾ നേരിട്ട് കാണുവാണെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും, വി പെയ്ഡ് 7000 റുപ്പീസ്, അതില്ല ഇതില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഈ കമ്മീഷൻ ബേസിൽ ഒരു ബിസിനസ് ഏറ്റവും കൂടുതൽ പോകുന്ന 1-2 സ്ഥലങ്ങളാണ് ആയുർവേദം, പിന്നെ ടൂറിസം, ഇതൊക്കെ. പിന്നെ രണ്ടാമത് നമ്മൾ ഒരാളെ ഇപ്പൊ ഹൗസ് ബോട്ട് വിട്ടു, അവര് അവിടെ കൊണ്ടുപോയി. ഏറ്റവും വലിയ നമ്മൾ ക്ലയന്റിനെ സോപ്പിൽ നമ്മുടെ നാക്ക്. നമ്മൾ വിടുമ്പോ ആ ഹൗസ് ബോട്ടിൽ ഇപ്പൊ 3 ക്രൂ ഉണ്ട്. അവര് 3 പേരും വർത്താനം പറയുന്നത് കേട്ടാ ഈ ക്ലയന്റ് വിചാരിക്കും, ദൈവമേ ഇതൊക്കെയാണ് എന്ത് നല്ല മനുഷ്യര്. നമ്മുടെ കയ്യിൽ ഒരു ക്ലയന്റ് നേരിട്ട് വന്നാൽ പോകാത്തതേ ചിലപ്പോ എന്റെ ക്ലയന്റ് പോകാത്ത എന്റെ വാക്കുകൊണ്ടാ. അതുപോലെ ഹൗസ് ബോട്ട് നമ്മളൊരു ക്ലയന്റിനെ ഡ്രൈവറെ കൂട്ടി മൂന്നാർ വിട്ടു. അവര് നമുക്ക് നല്ല പാക്കേജ് എടുത്ത് നമ്മളോട് എല്ലായിടത്തും പോയി 7 ദിവസം പോയിട്ട് അടുത്ത വർഷം വിളിക്കുന്ന ആ ഡ്രൈവറെ ആയിരിക്കും. കാരണം ഈ 7 ദിവസം കൊണ്ട് അവന്റെ നാക്കുകൊണ്ട് അവർ ആ ക്ലയന്റിന്റെ കയ്യിലെടുത്തു. അവന്റെ കഴിവാണ്, അത് അവന്റെ ഒരു മിടുക്കാണ്. പക്ഷെ നമുക്കൊക്കെ അത് വളരെ നഷ്ടമാണ്. ഇൻഡസ്ട്രിയിൽ അത് വളരെ നഷ്ടമാണെങ്കിൽ നമുക്ക് അതിനാരും കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരാളുടെ നാക്ക് കൊണ്ട് വേറൊരാളെ വളച്ചെടുത്തെങ്കിൽ അത് അവന്റെ മിടുക്കാണ്. അതുപോലെ നമുക്കും നമ്മുടെ കയ്യിലൊക്കെ ഓരോരുത്തരെ കിട്ടി വേറെ വല്ല ഏജൻസി ഒക്കെ നമ്മൾക്ക് ക്ലയൻസിനെ തരും. പിന്നെ അടുത്ത വർഷം ആ ക്ലയന്റ് എന്നെ ഡയറക്റ്റ് വിളിക്കും. കാരണം നമ്മൾ അവരെ നാക്കിട്ട് വളച്ച് സോപ്പിട്ട് എടുക്കും. അതായത് നമ്മളിപ്പോ നമുക്ക് ഒരാൾ അടിച്ചോണ്ട് പോയി കമ്മീഷൻ, അതൊക്കെ നമ്മുടെ നഷ്ടങ്ങളാണ്. പക്ഷെ അവന്റെ മിടുക്കും കൂടെയാണ്. എല്ലായിടത്തും സക്സസ് ആകാൻ കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് വിചാരിച്ച് നമ്മൾ പെരുമാറണം. അതൊരിതാണ് നമ്മുടെ വർത്താനം പറയാനും പെരുമാറാനുള്ള കഴിവ് നമുക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതൊക്കെ നിങ്ങൾ തനി സ്വഭാവം ഇച്ചിരി മൂഷാട്ടയാണേലും വരുന്നവരോട് നന്നായിട്ട് പെരുമാറിയ ക്ലയന്റ് നമ്മുടെ കയ്യിൽ നിൽക്കും. അത് തന്നെ, അത്രേ ഉള്ളൂ. താങ്ക് യു. വിൽ ഹാവ് വെരി ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾ ആരും ഒന്നും ചോദിച്ചില്ല. ഇനിയൊരു 10-15 minutes വിൽ ഹാവ് യുവർ ഇന്ററാക്ഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ചോദിക്കാനുള്ളവരൊന്ന് കൈപൊക്കുക, മൈക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു 5 പേരെങ്കിലും ചോദിക്കാതെ ഞങ്ങൾ ഇവിടെ എഴുന്നേക്കും. 5 വേണ്ട, 7 ആക്ക. 7 പേരുണ്ടല്ലോ. 7 പേരും ഞങ്ങൾ 7 പേരും നിങ്ങളല്ലേ ഇവർക്കൊരു പണി കൊടുക്കാനെങ്കിലും വിചാരിച്ചെന്തെങ്കിലും ചോദിച്ചു. നമ്മളൊക്കെ ചോദിക്കുന്നത് അങ്ങനെയായിരുന്നു.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരവിന്ദ്. ഞാൻ ഈ ഗണത്തിലൊന്നും പെടുന്നതല്ല. ഞാൻ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ MDCയിൽ മിസ്സിന്റെ ക്ലാസ് ഇരുന്നപ്പോൾ ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് ചാടി ഇങ്ങോട്ട് വന്നതാണ്. വെരി ഗുഡ്. ഒരു ക്ലാസ് നടന്നുണ്ട്, അത് കഴിഞ്ഞു. അപ്പോൾ അതിന് അവിടുന്ന് ചാടി ഇങ്ങോട്ട് വന്നതാണ്. ബിസിനസിനെ പറ്റി എനിക്ക് ABC മാത്രമേ അറിയുള്ളൂ, DEFG ഒന്നും അറിയില്ല. പക്ഷെ ഒരു 10 രൂപയ്ക്ക് എടുത്ത സാധനം 20 രൂപയ്ക്ക് വിൽക്കാനറിയാം. പിന്നെ ഇവിടെ നടന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രകാരം മാർക്കറ്റില് വെറുതെ കൊടുക്കുന്ന കലണ്ടറുണ്ട്, 30 രൂപ കൊടുക്കുന്ന കലണ്ടറുണ്ട്, 40 രൂപയുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു 100 രൂപയുടെ കലണ്ടർ അല്ല 200 രൂപയുടെ കലണ്ടർ 100 രൂപയ്ക്ക് വിറ്റ് മാസ് കാണിച്ച ഒരു ചരിത്രം എനിക്കുണ്ട്. അപ്പോ മാത്രമല്ല കിട്ടുന്ന എന്ത് പണി ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ചിലപ്പോഴൊന്നുമില്ല. അപ്പോ ഞാനൊരു ആർട്ടിസ്റ്റാണ്. വോക്കലും വയലിനും കൈകാര്യം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പ്രോഗ്രാമുകൾ കിട്ടാറുണ്ട്, കല്യാണ പ്രോഗ്രാമുകളൊക്കെ കിട്ടാറുണ്ട്. ഇവിടെ കോളേജിൽ തന്നെ അത്യാവശ്യം പരിപാടികളൊക്കെ നടക്കുമ്പോൾ നല്ല രീതിയിൽ പാടിയും വയലും വായിച്ചും കൈഡിയൊക്കെ കിട്ടാറുണ്ട്. അപ്പോ ആലപ്പുഴ എല്ലാവർക്കും പറയുന്ന പോലെ പുറമേ ഒരാളുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ കേരളം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ഒരു ഇമേജാണ് കെട്ടുവള്ളം, കായല്, തെങ്ങ്, ആലപ്പുഴ. അപ്പോ ഇവിടെ എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റുകൾക്കുള്ള കാര്യങ്ങള്, പ്രത്യേകിച്ച് ഈ ടൂറിസം മേഖലയിൽ എനിക്ക് ഈ മാഡത്തിന്റെ ഗീത മാഡത്തിന്റെ കേൾക്കാനാണ് കുറച്ചുകൂടി താല്പര്യമുള്ളത്. അപ്പോ എങ്ങനെയാണ് ഹൗസ് ബോട്ടുകളിൽ ഇതിന്റെ ഒരു സെറ്റപ്പ്, അതിന് എങ്ങനെയാണ് പേയ്മെന്റുകൾ, അതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം, അതിൽ ആ രീതിയിലുള്ള ആ ആർട്ടിസ്റ്റുകൾക്കുള്ള മറ്റ് മത്സരങ്ങൾ എങ്ങനെയാണ് എന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാം. മോനെ, നമുക്ക് മോനൊരു ആർട്ടിസ്റ്റ് ആന്ന് പറഞ്ഞു, ചിലപ്പം പെയിന്റിങ്സ് ചെയ്യുമായിരിക്കും, മോഡൽസ് ചെയ്യുമായിരിക്കും. മോന്റെ അതിന് മെയിൻ ആയിട്ടുള്ള സാധനം നമ്മൾ വിൽക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അല്ലെങ്കിൽ ടൂറിസം, നമ്മൾ ഈ ടൂറിസത്തിൽ ഒരുപാട് ടൂറിസം വീക്ക്, ടൂറിസം ഓരോ ടൂറിസം റിലേറ്റഡ് ആയിട്ട് ഓരോ ഇത് വരുന്നുണ്ട്. അപ്പം അത് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹൗസ് അല്ലെ ഹോട്ടൽസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഹോട്ടൽസിന്റെ മുമ്പിൽ ഷോപ്സ് കാണും. അവരൊക്കെ നമ്മുടെ സാധനം നമ്മൾ കൊണ്ടുവച്ചാൽ വിറ്റ് കഴിഞ്ഞേ നമുക്ക് കാശ് തരത്തുള്ളൂ. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ടൈപ്പായി ഇങ്ങനെയൊക്കെ ഉള്ളവർ ആരുണ്ടെന്ന് ഞങ്ങളുടെ സാധനങ്ങൾ അവരെവിടെയെങ്കിലും ഹോൾട്ട് ഉണ്ടല്ലോ അവർക്ക് ലഞ്ചിനൊക്കെ, ഞങ്ങളുടെ സാധനങ്ങൾ ഒന്ന് കൊണ്ടുവന്നോട്ടെ. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾക്കിപ്പോ ഒരു പെയിന്റിങ്സ് ആണെങ്കിൽ അത് വിൽക്കാനും അതിനുള്ള ഓപ്പർച്യൂണിറ്റി ധാരാളം ഉണ്ട്. നമ്മൾ അത് കണ്ടുപിടിക്കും. ഹൗസ് ബോട്ടിന്റെ ഓണേഴ്സിനോട് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ ഹൗസ് ബോട്ട്സിലൊക്കെ ഷോക്കേസസ് പോലെയൊക്കെ കാണും. നമ്മളുടെ സാധനം നമുക്ക് അവിടെ വെക്കാം, അവിടെ വിൽക്കാം. ഹോട്ടൽസിലാണെങ്കിൽ തന്നെ ഒരുപാട് കയറി ചെല്ലുന്നിടത്ത് തന്നെ അവരൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ നമുക്ക് വിൽക്കാം. പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇവിടെ മീറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ അതിന്റെ സംഘാടകരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാള് പോലെ ഇടാം. അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒന്നും കഴിവ് ആരും കൊണ്ടുപോകാത്ത കാര്യങ്ങളാണ്. ആരും തട്ടിപ്പറിച്ചോണ്ട് പോകത്തില്ല. ഒരു കടയൊക്കെ ആണെങ്കിൽ അവിടെ ചിലപ്പം അപ്സ് വരാം, ഡൗൺസ് വരാം. ഇത് നിങ്ങളുടെ കഴിവാണ്, അത് നിങ്ങളുടെ കയ്യിലുള്ളതാണ്. അത് എവിടെ ചെലവാക്കണം? ടൂറിസത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും. താങ്ക് യു. അടുത്ത ചോദ്യം അനന്ത് ചോദിക്കാനാണ് അവിടെ ഒരുങ്ങുന്നത്. കുറെ നേരം ഷർട്ടിട്ട് ഒരുങ്ങുന്നു. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ ചോദ്യം വിനു സാറിൻ്റെ അടുത്താണ്. മീൻസ് സാറിന് ഇങ്ങനെ ചലഞ്ച് വന്നായിരുന്നല്ലോ ഇങ്ങനെ കോവിഡിൻ്റെ സമയത്ത്. സാറിൻ്റെ ബിസിനസ് മീൻസ് അത്രയും 11 വർഷം എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കൂടി കാണും. അപ്പോൾ അത് നിർത്താൻ സാറിനൊരു കറേജ് വന്നു. പക്ഷെ ഒരു
ഒരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ നിർത്താനും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തിൻ ലൈൻ കാണുമല്ലോ, മീൻസ് അതിന് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകണോ അതോ നിർത്തണോ എന്ന് ആ ഒരു ലൈൻ എങ്ങനെ മനസ്സിലാകും, എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി എങ്ങനെ കിട്ടും? ആ തിൻ ലൈൻ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓക്കെ, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇന്ന ബിസിനസ്സേ ചെയ്യൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ബിസിനസ് ടീമിനെ തീരുമാനിച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ ഫാമിലിയിൽ ഇല്ലാത്തൊരു സാധനമാണ്, ബിസിനസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ പല ലൈൻസിൽ ഞാൻ ബിസിനസ് ചെയ്തത്. കാരണം ഈ ഇവന്റ് കമ്പനി ഉള്ള സമയത്ത് തന്നെ പാരലായിട്ട് ഞാൻ IT കമ്പനി തുടങ്ങിയതാണ്. അപ്പോൾ ഇവന്റ് കമ്പനി വേണമെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചത് കഴിഞ്ഞ 11 വർഷം എടുത്ത സ്ട്രഗിള് ഫ്രം ഡേ 1 to ഞാൻ ഇനി എടുത്താലേ പഴയ ലെവലിലേക്ക് എനിക്ക് ഇതിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. അത്രയും എഫേർട്ട് എടുക്കാനുള്ള യുവത്വം എന്നിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം തോന്നിയപ്പോഴാണ് ഞാനത് നിർത്താൻ തീരുമാനിച്ചത്. എൻ്റെ കൂടെയുള്ളവരൊക്കെ തുടരുന്നുണ്ട്. എൻ്റെ കൂടെ കുറേ കമ്പനികൾ ഞങ്ങൾ ഇവന്റ്സിലൊക്കെ ഭയങ്കരമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. കാരണം എൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കത്തില്ല ആളുടെ കയ്യിലുള്ള, അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ്. പലരും കണ്ടിന്യൂ ചെയ്തവരുണ്ട്, നല്ലതായിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഐ ഡിസൈഡഡ് ടു സ്റ്റോപ്പ്. ദാറ്റ് മീൻസ് ഐ ആം മെന്റലി ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു അത് കണ്ടിന്യൂ ചെയ്യാൻ. അവിടെയാണ് എൻ്റെ ഡിസിഷനാണ്. ആ തിൻ ലൈൻ ഈസ് യുവർ ഡിസിഷൻ. അത് ചിലപ്പോൾ നിങ്ങൾ പാഷനേറ്റോടു കൂടി അതിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ കൊണ്ടുപോകാം. അതിൽ എഫേർട്ട് എടുത്താൽ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ അത്ര എഫേർട്ട് എടുക്കാനുള്ള ഒരു മെന്റൽ ഒരു സ്റ്റേറ്റിലായിരുന്നില്ല ഞാൻ. കാരണം എനിക്കുണ്ടായ ലോസും പിന്നെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഈ 11 വർഷം അതേ എഫേർട്ട് ഇതുപോലെ എടുക്കണം എന്നുള്ള ഒരു മെന്റൽ ബ്ലോക്കും ഒക്കെ വന്നപ്പോഴാണ് ഞാൻ അത്ര കാര്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത്. ഇവന്റ് കമ്പനി ഇപ്പോഴും ഉണ്ട്, ചെറിയ ചെറിയ ഇവന്റ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ഇതുപോലെ മാസീവ് ലെവൽ പിന്നെ ചെറിയ നെഹ്റു ട്രോഫിയെ 25 lakhs നിന്ന് 4 crores എത്തിച്ചത് ഞാനാണ്. 25 lakhs ആയിരുന്നു അതിന്റെ ബഡ്ജറ്റ്. 6 വർഷം കൊണ്ട് അതിനെ 4 crores എത്തിച്ചത് എൻ്റെ ഇവന്റ് കമ്പനിയാണ്. കേരളത്തിലെ എല്ലാ ബോട്ട് റേസും ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്. അപ്പോൾ അത്രയും എഫേർട്ട് ഇനി എടുക്കാനുള്ള ഒരു ബാല്യം എനിക്കുണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനത് നിർത്തിയത്. സോ മാത്രമല്ല IT-യുടെ ഒരു കംഫർട്ട് സോൺ ഞാൻ കുറച്ച് ഫീൽ ചെയ്ത് തുടങ്ങിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൽ ഫോക്കസ് ചെയ്തത്. Next. ഇപ്പൊ ആലപ്പുഴ ഒരുപാട് കടകൾ ഇപ്പൊ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു കട ആലപ്പുഴ തുടങ്ങുന്നതാണ്. ഒരാഴ്ചക്കുള്ള അത് പോട്ടിയും പോണതാണ്. അപ്പം ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരാൾ പിന്നെ എങ്ങനെയൊക്കെ ഒരാൾ എന്തൊക്കെ നോക്കിയിട്ടായിരിക്കണം ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങേണ്ടത്. ഇപ്പൊ എന്റെ ഒരു മാമനെ 2 ഷോപ്പ് ഇട്ട് 2 മുടി പുള്ളി ഗൾഫിൽ പോയി. അപ്പൊ അത് ഇപ്പൊ നമ്മളെ പഠിപ്പിക്കുന്ന വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ആദ്യം സ്ഥലത്തിന് അപ്പുറത്ത് കുബാബാന്റെ അപ്പുറത്തോണ്ടാണ് പുള്ളി ചായ ഒരു കടയിട്ട്, ഉള്ളിൽ തന്നെ ഒരു ചായന്റെ ഒരു കടയുണ്ട്. പക്ഷെ പുള്ളി അത് നോക്കാൻ അപ്പുറത്തോണ്ട് ഇട്ടിട്ട് കുനാഫ് അങ്ങനെ കുറെ വെറൈറ്റി അടിക്കുന്നുണ്ട്. പക്ഷെ അത് നടന്നില്ല. നമ്മൾ ഒരാളുടെ ബിസിനസ് ഇടുമ്പോ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും വരുന്നത്. മാമന്മാരെയൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം ഷബീർ. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് ആ ക്വസ്റ്റ്യൻ വളരെ റെലവെന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഒരു ബിസിനസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള, ഞാൻ ഓഫ്ലൈൻ ആയിട്ടുള്ള കാര്യമല്ല പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ആയിട്ടുള്ളതല്ല, ഒരു സീരിയസ് ആയിട്ട് നിങ്ങൾ ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു എന്താണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മേഖലയെ കുറിച്ച് നല്ലപോലെ പഠിക്കുക ആദ്യം. രണ്ടാമത് ഒരു വയബിലിറ്റി സ്റ്റഡി നടത്തുക. എവിടെ എങ്ങനെ അത് നടക്കും. നിങ്ങളൊരു സ്പോട്ട് കണ്ടുപിടിച്ചാൽ ആ സ്പോട്ട് എങ്ങനെയുണ്ട്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എത്ര രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, നമ്മുടെ കൊടുക്കുന്ന സാധനങ്ങൾക്ക് ആവശ്യക്കാരുണ്ടോ, നമുക്ക് കൊടുക്കാനുള്ള സാധനം നമുക്ക് കിട്ടാനുണ്ടോ, അതിൻ്റെ ഇടയിലുള്ളതാണല്ലോ നമ്മുടെ മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം വയബിലിറ്റി ഒക്കെ നോക്കി എല്ലാം ഓക്കെയാണ്, നിങ്ങൾ സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മിനിമൽ ഇൻവെസ്റ്റ്മെന്റ്, ഓൾവേസ് റിമെമ്പർ മിനിമൽ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഒരിക്കലും ലാവിഷ് ആയിട്ട് 10-20 ലക്ഷം മുടക്കി ഇന്റീരിയർ ഒക്കെ ചെയ്ത് അങ്ങനെയല്ല തുടങ്ങുക. വളരെ മിനിമം ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും 6 മാസത്തേക്കുള്ള ബാക്കപ്പ് ഉണ്ടായിരിക്കണം എന്ത് തുടങ്ങാനാണെങ്കിലും. അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ടത് ഫോക്കസ്. യു ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ യുവർ ബിസിനസ്.
പലർക്കും പറ്റുന്ന വെച്ചാൽ ഡിസ്ട്രാക്ട്, ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്ന മാമാടെ കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ പലർക്കും പറ്റും. നമ്മളൊരു ആലപ്പുഴയിൽ ഈ പറഞ്ഞ വളരെ സത്യമാണ് കേട്ടോ. ആലപ്പുഴയിൽ ഒരു മാസം ഒരു 5 ഷോപ്പ് വെച്ച് തുടങ്ങുന്നുണ്ട്, ഒരു 10 ഷോപ്പ് വെച്ച് പൂട്ടിയും പോകുന്നുണ്ട്, പിന്നെ 5 ഷോപ്പ് തുടങ്ങുന്നുണ്ട്. ഇതൊരു ആവശ്യത്തിന് വന്ന് ചെയ്യുന്നതാണ്. നമ്മൾ ഗൾഫിൽ നിന്ന് ഒരു 10-20 ലക്ഷം രൂപ കൊണ്ടുവരും, വരും, കുറച്ച് നാൾ ജീവിക്കും, ബിസിനസ് തുടങ്ങാനുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും. കാരണം എല്ലാവരും നോക്കുന്നത് വിജയിച്ച് നിൽക്കുന്ന ബിസിനസ് ഏതാണോ അത് തുടങ്ങുക എന്നുള്ളതാണ്. കാരണം ഇന്ന് ആലപ്പുഴ ട്രെൻഡ് എന്ന് പറയുന്നത് ബേക്കറി, ജ്യൂസ് ഷോപ്പ്, മെഡിക്കൽ ഷോപ്പ്, റെഡിമെയ്ഡ് ഷർട്ട്. ഇത് ആളുടെ കാരണം ഇത് വളരെ ഈസിയാണ്, ഈസി ആയിട്ട് കൊണ്ടുപോകാം. എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പം വളരെ ഈ ഡിമാൻഡ് കൂടുതലുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ പറഞ്ഞ 4 കാര്യത്തിന് ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഉണ്ട്, പിന്നെ എഫർട്ട്സ് ഇല്ല. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആളുകൾ തുടങ്ങി കഴിയുമ്പം നമ്മൾ ഇത് ഇട്ടിട്ട് നമ്മൾ ഡിസ്ട്രാക്ട് ആയിരിക്കും. നമുക്ക് പല കാര്യങ്ങളുണ്ടാവും, കുടുംബപരമായും അല്ലാതെയും മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ ബിസിനസ് സ്വാഭാവികമായും പോകും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. പല ബിസിനസ്സുകാർക്കും ഗൾഫിൽ നിന്ന് വന്ന് ഞാൻ പറഞ്ഞ 20 ലക്ഷം രൂപ മുടക്കി ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ എങ്ങനെ റിട്ടേൺ കിട്ടുന്നു? നമ്മുടെ പൈസ മുടക്കുമ്പോൾ ടൈമാണ് മണി എന്ന് കേട്ടല്ലേ. നമ്മൾ എത്ര നേരം കടയിലിരിക്കുന്നു, എനിക്ക് എന്ത് പ്രതിഫലം കിട്ടുന്നുണ്ട്, എൻ്റെ സ്റ്റാഫിന് എന്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്, എന്ത് റിട്ടേൺ കിട്ടുന്നുണ്ട്, എല്ലാ മാസവും നമ്മൾ സ്റ്റോക്ക് എടുക്കണം, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ സ്റ്റോക്ക് എടുക്കണം. കിട്ടുന്ന പൈസ നമ്മൾ ഏത് രീതിയിലാണ് വന്നത്, എങ്ങനെ നമ്മൾ ഈ വന്ന കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എന്താണ്, അവരെ റിട്ടേൺ ചെയ്യാൻ എന്ത് ചെയ്യണം. ഇപ്പോ ഒരു കടയിൽ ആദ്യം നമ്മൾ കട തുടങ്ങുമ്പോൾ ഉദ്ഘാടനത്തിന് 100 പേര് വരും. ആ 100 പേരുടെ കെയർ ഓഫിൽ ഒരു 1000 പേര് അടുത്ത 2-3 മാസങ്ങളിൽ വരും. പിന്നെ അവർ വരണമെന്നില്ല. If they wanted to come back, we need to give them good service, good product, good price. ഇത് 3 നമ്മൾ കൊടുത്തില്ലെന്നുണ്ട് അവർ തിരിച്ചു വരില്ല, they will go to another shop. അപ്പൊ ഇതറിയാതെ നമ്മൾ ഇവരെ തന്നെ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ വരൂല. പിന്നെ നേരത്തെ പറഞ്ഞ ഓൺലൈൻ കോർപ്പറേറ്റ് ചലഞ്ചുകൾ വേറെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർഡർ ആയിട്ട് നോക്കിക്കൊണ്ട് നമ്മൾ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ we need to focus on it and we need to maintain the financial discipline. പിന്നെ എൻ്റെ വ്യക്തിപരമായി ഞാൻ പഠിക്കുന്ന ഒരു പാഠം എന്ന് വെച്ചാൽ ഒന്ന് വീഴും, എപ്പോഴും ഒന്ന് വീഴും. ജീവിതത്തിൽ എപ്പോഴായാലും നമ്മൾ ബിസിനസ്സിൽ നമ്മൾ ഒന്ന് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു വീഴ്ചയിൽ നമ്മൾ തകർന്നു പോകാൻ പാടില്ല. നമുക്കൊരു ബാക്കപ്പ് ഉണ്ടായിരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ മിനിമൽ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാവുള്ളൂ. നമ്മളിപ്പോൾ നമ്മുടെ 50 ലക്ഷം ഉണ്ടെങ്കിൽ ഈ 50 ലക്ഷവും 10 ലക്ഷം കടം കൂടെ മേടിച്ച് 60 ലക്ഷത്തിന് ബിസിനസ് തുടങ്ങരുത്. കാരണം ആ 60 ലക്ഷം കൊണ്ട് നമ്മുടെ ജീവിതം തീരും. നമ്മൾ അതിൽ 20 ലക്ഷം കൊണ്ട് മാത്രം ബിസിനസ് തുടങ്ങുക, 40 നമ്മൾ ബാക്കപ്പ് ആയിട്ട് വെക്കണം. കാരണം ഉറപ്പിച്ചോ, ബിസിനസ്സിൽ ഒരു ഫ്ലോപ്പ് ഉറപ്പാണ്. അത് ഒന്നിൽ നിന്ന ഭാഗ്യം, 2, 3, 4 കൊണ്ട് നമ്മൾ ബിസിനസ് ഫ്ലോപ്പ് ഉണ്ടാവും. പിന്നെ ഫ്ലോപ്പ് ഉണ്ടാകുമ്പോൾ വിനോദ് സാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, there is no emotional attachment to business. ബിസിനസ്സിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് പാടില്ല. ബിസിനസ് ഈസ് ബിസിനസ്, ക്യാഷ് ഈസ് ക്യാഷ്, കസ്റ്റമർ ഈസ് കസ്റ്റമർ. ഇപ്പൊ എൻ്റെ ബ്രദർ വന്ന് വാങ്ങിച്ചാൽ ഈസ് എ കസ്റ്റമർ. അതിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് പാടില്ല. ബിസിനസ് മോശമാണെങ്കിൽ വിനു സാറ് പറഞ്ഞ പോലെ ആ ലൈൻ എവിടെയാണെന്ന് നേരത്തെ ചോദിച്ചാൽ ലൈൻ കണ്ടുപിടിക്കേണ്ട നമ്മളാണ്. കണ്ടുപിടിക്കുക, അവിടെ നിർത്തുക, കഴിഞ്ഞു, അവിടെ വെച്ച് ഇതാക്കുക. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു. ഗുഡ് ഈവനിങ് സാർ. എനിക്ക് സാറിനോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. എനിക്ക് ആദ്യം ആർക്കിടെക്ട് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ സയൻസിൽ ഫിസിക്സ് ഉള്ളതുകൊണ്ട് എനിക്കത് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ആദ്യം എന്നെ കൊണ്ട് സയൻസിലാണ് +1 ചേർത്തത്. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൊമേഴ്സിലോട്ട് വരുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മാത്സ് മതി, നമുക്ക് ആർക്കിടെക്റ്റിൻ്റെ നാറ്റ എഴുതാൻ അത് മതി എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ എന്തോ ഞങ്ങളുടെ സമയമായപ്പോഴത്തേക്കും പറഞ്ഞു ഫിസിക്സും കെമിസ്ട്രിയും കൂടെ വേണം. അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ആ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ അവിടെ തന്നെ ഞാൻ ഡിസൈനിങ്ങിന് പോയി ചേർന്നു. നിഫ്റ്റിൽ ഹൈദരാബാദ് കിട്ടി. ഒറ്റ മോളായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല. അപ്പം ബികോം കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു ഇത് തന്നെ തുടങ്ങാനാണ് താല്പര്യം. കാരണം ഇപ്പം ഞാൻ ചെറുതായിട്ടൊരു സ്മോൾ ബിസിനസ് എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് ക്രാഫ്റ്റിൻ്റെ. അപ്പം അതിൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് സ്റ്റിക്ക് ഓൺ ചെയ്ത് എനിക്കിനി അതിൽ പോയാൽ മതി, ആ ഒരു ഫീൽഡ് മതി, ഒരു ബിസിനസ് തുടങ്ങണം എന്നാണ് ആഗ്രഹം. അപ്പം ആ സാറിന്റെ BA-യിൽ നിന്നിട്ട് ആ ഡിസൈനിങ്ങിലോട്ടുള്ള ആ ഒരു ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ
നമുക്ക് പഠിച്ചെടുക്കുന്ന നമ്മൾ പ്രശസ്തമായി കാണുന്ന പല കാര്യങ്ങളും പലരും പഠിച്ചെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകളാരും അതിനുവേണ്ടി പ്രത്യേകം പഠിക്കുന്നതല്ല, അവർ പല വഴിയിൽ കൂടെ വന്ന് ഇതിലെത്തുന്ന. സിനിമ ഫീൽഡ് നമ്മൾ നോക്കിയാൽ ഒട്ടുമിക്ക ടെക്നീഷ്യന്മാരും പല മേഖലയിൽ നിന്ന് വന്നിട്ട് പഠിക്കുന്നവരാണ്. ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനോടൊരു പാഷനും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കോളേജിൽ വെച്ചിട്ട് ആർട്ട് പോലുള്ള കാര്യങ്ങളിലെ ഒരു കോർഡിനേഷനാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഡിസൈനിങ്ങിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളും ഇതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട് ആളുകൾക്ക്. അപ്പോൾ വൺസ് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഡിഗ്രി കഴിഞ്ഞിട്ട് MBA പഠിക്കുന്ന സമയത്താണ്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ MA പഠിക്കാൻ പോയി 1 വർഷം. അപ്പോൾ ആദ്യത്തെ കോഴ്സ് 1 വർഷത്തെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് നടക്കില്ല, ഇത് തന്നെ മതിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ഈ നേരത്തെ ബ്രേക്കപ്പ്, നമ്മുടെ ഒരു ബിസിനസ് നിർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് അതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു ജോലിയോടൊപ്പം അവിടെ നിൽക്കുകയും അതിനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഡിഗ്രി PGക്ക് പോയത് നിർത്തിയിട്ടാണ് ഞാൻ MBAക്ക് പോയത്, ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയോ അല്ലെങ്കിൽ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള, മോൾ ആലോചിച്ച പോലെ തന്നെ ഒരു ഇതാണ് നമുക്ക് പറ്റിയതെന്ന് മനസ്സിലാക്കി തന്നെ അതിനകത്തോട്ട് പോയത്. അന്ന് മുതൽ അത് ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ പിന്നീട് ഇതേപോലത്തെ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു. നമുക്കൊരു ആർക്കിടെക്ട്സ് വേണം, ഇന്റീരിയർ ഡിസൈനേഴ്സ് വേണം, ടെക്നിക്കൽ സ്കിൽസ് വേണം. അപ്പോൾ MBA പഠിച്ച എനിക്ക് അത്തരം കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എന്തൊക്കെ ടെക്നിക്കൽ സ്കിൽസ് പറ്റുമോ അതെല്ലാം, PG ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചറിന്റെ വേരിയസ് കോഴ്സസ് എല്ലാം നമ്മൾ IIT മുതൽ ഇങ്ങോട്ട് എല്ലാം ഓൺലൈനിൽ നിന്ന് കിട്ടും. ഏത് കോഴ്സ് വേണമെങ്കിലും PG കഴിഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടണം. അവിടെയാണ് എന്റർപ്രണർഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ഒരു എന്റർപ്രണർ ആണെങ്കിൽ, ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആണെങ്കിൽ എനിക്ക് എത്ര ആർക്കിടെക്ട്സിനെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് ഡിസൈൻ ചെയ്യുന്നു, ഇവിടുത്തെ പാലം ഡിസൈൻ ചെയ്യുന്നു, നമ്മുടെ കായംകുളം ബസ് സ്റ്റാൻഡ് ഡിസൈൻ ചെയ്യുന്നു, സ്ട്രീറ്റുകളുടെ നവീകരണം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ അതിൽ എന്തൊക്കെ മേഖലയുണ്ടോ, ഫർണിച്ചർ ഡിസൈൻ ചെയ്യുന്നു, കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്യുന്നു, എന്തൊക്കെ മേഖലയുണ്ടോ അതെല്ലാം ചെയ്യാൻ പരിശ്രമിക്കുന്നത് ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് അവിടെ നോക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ അതിനു വേണ്ടി പ്രൊക്യൂർ ചെയ്യണം ആക്ച്വലി. അപ്പോൾ ഇപ്പോൾ ഡിസൈൻ ഞങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സിനെ വെച്ചിട്ടുണ്ട്. ഒരു 50 പേരുണ്ട്. ആർക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾക്ക് ആ മേഖലയിലേക്ക് വേണ്ട കാര്യങ്ങളെ നമ്മൾ ഇന്ന് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാൻ എളുപ്പമാണ്, കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ ഗ്രൂപ്പുകളെയും അങ്ങനെയുള്ള സംവിധാനങ്ങളെയും നമ്മുടെ കൂടെ ഉണ്ടാക്കി അതിനോട് ചേർന്ന് മുന്നോട്ട് പോവുക. പുതിയ ആളുകളും നല്ല അറിവുള്ള ആളുകളും ഒക്കെ നമുക്ക് ഇതിനോട് താല്പര്യവും പാഷനും ഉണ്ട്. നമ്മളൊരു കാര്യം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ ആളുണ്ടാവും. കാര്യം ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ UK എന്നൊരു പാലം, നമ്മുടെ ഈ പാലം പണിതത് UK എന്നുള്ള ഒരു ആർക്കിടെക്റ്റ് ആണ് അത് ലീഡ് ഡിസൈനറായിട്ട് വന്നിരിക്കുന്നത്. പത്രത്തിൽ ഇതിലൊക്കെ വന്നതാണ്. അപ്പോൾ പാലങ്ങൾ ഇഷ്ടംപോലെ തരമുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞാൽ കൂടിപ്പോവും. പക്ഷെ നമുക്കൊരു പാലം വേണം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാൻ UK നിന്ന് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിലുള്ള ഒരാൾ വന്നു. അത് വന്ന വഴി പറഞ്ഞാൽ ഒരുപാടുണ്ടെങ്കിലും അത് വന്നത് നമുക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ട് വർഷങ്ങളായി പണിയെടുത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു ബസ് സ്റ്റാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന അവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇൻഡസ്ട്രിയിലെ ഒരു ആർക്കിടെക്ട് എനിക്ക് വേണ്ടി വരും. അതിൻ്റെ ഒരു കോണ്ടാക്ട് ഞാൻ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കി എന്ത് കാര്യം കൈകാര്യം ചെയ്യാവുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് മോൾക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് കാര്യവും തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് അറിയാവുന്നത്രയും നമ്മൾ പഠിക്കുക, ബാക്കി ആവശ്യമായ ആളുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇപ്പൊ സാറ് പറയുണ്ടായി 2 കോടിയുടെ കടം ഉണ്ടായെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം ഞങ്ങളെപ്പോലുള്ള ഈ സ്റ്റുഡൻസ് ഒക്കെ തുടങ്ങുവാണെങ്കിൽ, ബിസിനസ് തുടങ്ങുവാണെങ്കിൽ, ഞങ്ങൾക്കാണെങ്കിൽ വേറെ വഴിയില്ല. എങ്ങനെയാ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്താനുള്ള വേറെ വഴിയില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നാൾ ജോലിക്ക് പോകും, പിന്നെ അവിടുന്ന് കുറച്ച് ക്യാഷ് ഉണ്ടാക്കും, പിന്നെ നമ്മൾ ജോലി കളയും, പിന്നെ അവിടെ നിന്നേക്കും ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ പോലുള്ളവർ ബിസിനസ് നടത്തി ഇപ്പൊ തോറ്റു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൂട്ടി പോകേണ്ടി വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഞങ്ങൾ എന്തൊക്കെ ചെയ്യാനുള്ള ടിപ്സ് ഉണ്ട്, അത് മറികടക്കാനുള്ള ടിപ്സ്?
ഇവിടെ നല്ലൊരു ചോദ്യം അല്ല കേട്ടോ. കാരണം ഓൺട്രപ്രിനർ ആവാൻ പോണ ആള് ആദ്യമേ പൂട്ടി പോണ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ അതല്ല. പക്ഷേ നമുക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻഡ് ചെയ്യാനുള്ളതും നമ്മളൊരു പ്ലാൻ ഉണ്ടാവണം. സ്റ്റാർട്ടിങ് പ്ലാൻ മാത്രമല്ല, എക്സിക്യൂഷൻ പ്ലാൻ മാത്രമല്ല, അങ്ങ് നിർത്തേണ്ട വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ മുൻകൂട്ടി തന്നെ ചിന്തിച്ചിരിക്കണം എന്നാണ്. എൻ്റെ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻവെർട്ടർ ആയിട്ട് മാനുഫാക്ചറിങ്ങിന് ഞാൻ പോയി എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് നടന്നില്ല. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ഒരു 6 months ഞാൻ ആ ഇൻവെർട്ടർ, എന്താണ് ഇൻവെർട്ടർ, അത് എങ്ങനെ ഉണ്ടാക്കണം, ആരുണ്ടാക്കും, എന്ത് വേണം, ഇതിന്റെ പിന്നാലെ ഒരുപാട് നടന്നു. അതിനുള്ള കസ്റ്റമർ ആരായിരിക്കും, ഇതൊക്കെ ഒരു ട്രെയിനിങ് ഭാഗത്ത് ഓൺട്രപ്രണർഷിപ്പ് EDP എന്ന് പറഞ്ഞ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു 1 മാസത്തെ. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്ര ഇൻഫർമേഷൻ കിട്ടി. അത് ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ, MSME. അപ്പോൾ ഓൺട്രപ്രണർ ആണെങ്കിൽ അതൊരു ഇൻഫർമേഷൻ ആയിട്ട് തരുവാണ്. ഓൺട്രപ്രണർ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ there is MSME എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഏജൻസി ഉണ്ട് ഇവിടെ, തൃശ്ശൂരാണ്. അവരുടെ അടുത്ത് പോയി ചേർന്നാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അവർ ഒരു സപ്പോർട്ട് തരുന്നതാണ്. അപ്പൊ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞപ്പോഴാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ധാരണയിൽ എത്തിയിട്ട് ഞാൻ 6 മാസം, നിങ്ങളുടെയൊക്കെ ഏജ് ആണ് 21-22 വയസ്സേ ഉണ്ടായുള്ളൂ സമയത്ത് 6 months ഇതിന്റെ പുറകെ അലിഞ്ഞു നടന്നു. അപ്പം മനസ്സിലായി എഞ്ചിനീയറിംഗ് തിങ് ആണ്, മാനുഫാക്ചറിങ് ആണ്. ഞാൻ ഒരു BCom കാര്യ, ഇതൊന്നും നടക്കില്ല. പിന്നെ മനസ്സിലായി ഫൈനാൻഷ്യൽ കാര്യങ്ങളുണ്ട്, പ്രൊഡക്റ്റ് നോ ഹൗ അറിയണം ആ സമയത്ത് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഈസിയാണ്. ആരോ പറഞ്ഞു, എനിക്ക് സാറാണ് പറഞ്ഞെന്ന് തോന്നുന്നു, ഗൂഗിൾ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിൽ AI ഉണ്ട്. അതെ, എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിൽ ഇറ്റ്സ് ഓൺ എ ടിപ്പ് ഓഫ് യു ഫിംഗർ. പക്ഷെ ആ സമയത്ത് അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് ആരും ഇല്ല, നെറ്റ്വർക്കിംഗ് ഇല്ല, മെന്റർ ഇല്ല, ആരും ഇല്ല. അപ്പം ഇതിന്റെ പുറകെ നമുക്ക് പേഴ്സണലി കുറേ നടക്കേണ്ടി വന്നു. ലാൻഡ് ലൈനേ ഉള്ളൂ, മൊബൈൽ ഇല്ല, വാട്സപ്പ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ലാൻഡ് ലൈൻ വഴി ബാംഗ്ലൂർ മാത്രം ഉണ്ടാക്കുമായിരുന്നു ആ ഇൻവെർട്ടർ. ഞാൻ അതിന്റെ ആൻസറിലേക്ക് വരുവാണ്. ഇൻവെർട്ടർ ഉണ്ടാക്കുവാണ്. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടും ഈ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തൊക്കെ ആവശ്യം എന്നുള്ള ലിസ്റ്റ് വന്നപ്പോഴേക്കും ആദ്യത്തെ ലിസ്റ്റ് ഫിനാൻഷ്യലായിരുന്നു. അത് ഇല്ല, എൻ്റെ അച്ഛൻ റിച്ച് അല്ലാത്തതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ഫൈനാൻസ്. ഇനി എവിടെ നിന്ന് കിട്ടും? ആകെ 1 ലക്ഷം രൂപ ഗവൺമെന്റ് തരും എന്ന് പറഞ്ഞു. അതിലും 5,000 അവർ എടുക്കും, 95,000 തരും. ഈ MSMEയിൽ പോയി കഴിഞ്ഞാൽ, ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്. അത് ഇപ്പോഴും ആ എമൗണ്ട് തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഒരു ആഫ്റ്റർ 30 years MSMEയുടെ അടുത്ത് പോയപ്പോൾ ഈ ട്രെയിനിങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അവർ ഇപ്പോഴും 95,000 ആണ് കൊടുക്കുന്നത്. അപ്പം ആ ഒരു രീതി ആയതുകൊണ്ട് അവിടെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. ഐ ഡിഡ്ന്റ് ഗോ ഫോർ ദാറ്റ്. 20 years ഗൾഫിലായിരുന്നു. ഗൾഫിൽ ഞാൻ ഒരു കൺസൾട്ടൻസി ഫേം സ്റ്റാർട്ട് ചെയ്തു. ഈ പറഞ്ഞ പോലെ അവിടെ നമുക്ക് ഒരുപാട് ചലഞ്ചസ് വരും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരും, ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടായിരിക്കും ഒരു കമ്പനി തുടങ്ങുക. അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു 1 വർഷം കൊണ്ട് എനിക്ക് അത് പൂട്ടി ഇങ്ങോട്ട് വരേണ്ട വന്നു. അപ്പൊ ആ പൂട്ടിന ആ ഒരു ലൈൻ ഇവിടെ ആരോ ചോദിച്ചു, സാറും പറഞ്ഞു അത് നമ്മുടെ ഡിസിഷൻ ആണ് ആ ലൈൻ കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞല്ലോ. ആ ലൈനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ലൈൻ എങ്ങനെ കണ്ടെത്തണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഇനി മുന്നോട്ട് നേടുവാണ്, നമുക്ക് ഇനി നിർത്താൻ പറ്റില്ല, നമുക്ക് കാശ് എടുക്കാൻ പറ്റില്ല എന്നൊരു മെന്റൽ സിറ്റുവേഷൻ വരും. ഇനി എഫേർട്ട് എടുക്കാൻ പറ്റില്ല, അതന്നെയാണ് സാറ് പറഞ്ഞത്. ഇനി എഫേർട്ട് വീണ്ടും എടുത്ത് തുടങ്ങാൻ പറ്റില്ല എന്ന് വരുമ്പോൾ, ഇനി ബിസിനസ്സേ ചെയ്യണ്ട എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ, പിന്നെ സൂസൈഡ്, നേരത്തെ ഈ കുറച്ച് മുന്നോട്ട് പോയ സൂസൈഡ് അറ്റംപ്റ്റ് വരെ കുറെ ബിസിനസ്സുകാർ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ. പക്ഷെ അതിലേക്ക് ഒന്നും പോകരുത്. ആ ലൈൻ നമുക്ക് മനസ്സിലാവുമ്പോൾ ഉടനെ എക്സിറ്റ് ആവാമെന്നാണ്. ആ എക്സിറ്റ് ആവുന്നത് വലിയൊരു മനസ്സായിരിക്കും. അപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര പ്ലാനിങ് നമ്മൾ ചെയ്യണു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തൊക്കെയാ വേണ്ടത്? ലൊക്കേഷൻ അറിയണം, കസ്റ്റമർ ആരാന്ന് അറിയണം, പിന്നെ വേണ്ടത് പ്രൊഡക്റ്റ് നോ ഹൗ ആണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫസ്റ്റ് ചോദിച്ച ആള് ചോദിച്ചു എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അത് നെറ്റ്വർക്കിംഗ് ത്രൂ ആണ്. എന്ത് പ്രൊഡക്റ്റ് ആയാലും, മോളും അതെ കോമേഴ്സ് പഠിച്ചിട്ട് എങ്ങനെ ആർക്കിടെക്ട് ആവണം, അതിന്റെ ഡിസൈനിലേക്ക് വരുത്തണം എന്ന് ചോദിച്ചു. ഇതിനൊക്കെ നെറ്റ്വർക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ കെൻ എന്ന് പറഞ്ഞത്. നെറ്റ്വർക്കിംഗിന്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തത് തന്നെ. അപ്പൊ ആ ഒരു നെറ്റ്വർക്കിംഗ് നിങ്ങളിപ്പോ
കൂടിയ നിങ്ങൾ എല്ലാവരും കോണ്ടാക്റ്റിൽ ഇരിക്കുക. ഭാവിയിൽ ഈ കോണ്ടാക്ട്സ് തന്നെ നിങ്ങളെ സഹായിക്കും. അപ്പം എന്ത് ബിസിനസ് ആണോ ജോബ് ചെയ്യുകയാണെങ്കിലും ഈ കൂട്ടായ്മ നിങ്ങൾ വിടരുത്. എപ്പോഴാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ അതിൻ്റെ എൻഡ് അത്ര കഷ്ടപ്പാടാണെങ്കിൽ മാത്രമേ എൻഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സ്ട്രഗിൾ ബാക്ക് ആൻഡ് ബി എ ഗുഡ് ഓൺട്രപ്രനർ. ഒരു സെക്കൻഡ്, മോൻ്റെ ഒരു ചോദ്യം ചോദിച്ചത് സ്റ്റുഡന്റ് ആയിരിക്കുമ്പം ഓൺട്രപ്രനർഷിപ്പിന്റെ കാര്യമില്ലേ പറഞ്ഞേ അല്ലേ? അത് കഴിഞ്ഞിട്ടേ അല്ലേ? ഓക്കെ, താങ്ക് യു. ഈ ഒരു കാര്യം കൂടെ, ഈ ഇപ്പൊ മേളം പറഞ്ഞ 1 ലക്ഷം രൂപ ഒന്നും അല്ല, 10 ലക്ഷം രൂപ വരെ ഇപ്പൊ കൊളാറ്ററൽ ഇല്ലാണ്ട് ലോൺ കിട്ടുന്ന സ്കീംസ് ഉണ്ട്, മുദ്ര സ്കീം. അതിൽ റിസ്ക് ഒന്നുമില്ല, ബിസിനസ് ഫെയിലിയർ ആയാലും വീട്ടിൽ വന്നൊന്നും പിടിക്കത്തില്ല. പക്ഷെ അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് ലോൺസ്. മനസ്സിലായി? ഒത്തിരി സ്കീംസ് ഉണ്ട്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, സബ്സിഡീസ് ഉള്ള സ്കീംസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ബാക്കിയുള്ള പണ്ട് ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞ സാധനം, ലോകം മുഴുവൻ ഫോട്ടോസ്റ്റാറ്റ് കടയായിരുന്നു, ലോകം മുഴുവൻ ടെലിഫോൺ ബൂത്ത്. നമ്മുടെ ലാൻഡ് ഫോൺ വന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല, നിങ്ങൾ വന്നപ്പോഴത്തേക്ക് മൊബൈലിലേക്ക് എത്തിക്കാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ STD എന്ന് എഴുതി വെച്ചേക്കാം. കാരണം എല്ലാ വീട്ടിലും ലാൻഡ് ഫോൺ ഇല്ല. ഒരാൾ തുടങ്ങി അയാൾക്ക് ഇത്തിരി കോൾ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അപ്പുറത്തവൻ അത് തുടങ്ങും. അങ്ങനെ 4 പേര് വന്നു കഴിയുമ്പോൾ ആ ബിസിനസ് പൂട്ട് ഓട്ടോമാറ്റിക്കലി. കാരണം ആർക്കും പിടിച്ചേക്കാനുള്ള ബിസിനസ് ഉണ്ടാവില്ല. സോ അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സാധനം ഡിഫറെന്റ് ആയിരിക്കണം, വേറെ ആൾ ചെയ്യാത്തതായിരിക്കണം, കസ്റ്റമർ വേണ്ടതായിരിക്കണം. അങ്ങനെ നോക്കി ചെയ്താൽ പരാജയത്തിനുള്ള സാധ്യത കുറവാണ്. പിന്നെ അതിന് റിസ്ക് അവേഴ്സ് ചെയ്യാനുള്ള ഇതുപോലെയുള്ള പല പല സ്കീമുകളുണ്ട്. ചെറുതായിട്ട് തുടങ്ങി ഇത് സക്സസ്ഫുൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് പല ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാം. ഷുവർ ആയി കഴിഞ്ഞാൽ അതുവരെയും റിസ്ക് കുറഞ്ഞ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുക. ആദ്യം എപ്പോഴും ചേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നേരെ എന്റർപ്രനർ ആവാതെ ഒരു 2-3 വർഷം പോയി വർക്ക് ചെയ്യുക. വർക്ക് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, റിയൽ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുക, കുറച്ച് ബാക്കപ്പ് പൈസ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ഇറങ്ങുക. ഇപ്പം ഷെബീർ പറഞ്ഞ പോലെ ഒരു കട തുടങ്ങി, ഒരു ഷോപ്പ് തുടങ്ങി കഴിഞ്ഞ് ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റേബിൾ ആയി കഴിയുമ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്ക് അതിനെങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളത്? ചേഞ്ച് ആണ് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യേണ്ട ബിസിനസ് എന്ന് പറയുമ്പോൾ. ഇപ്പം കുറേ പേര് ഞങ്ങളുടെ കഥ പറഞ്ഞിരുന്നു, എങ്ങനെ സക്സസ് ആയിന്നോ, പിന്നെ പൂട്ടിയതും പറഞ്ഞിട്ടുണ്ട്. ഞാനും പൂട്ടിയിട്ടുണ്ട് 2 ബിസിനസ്. പക്ഷെ ചോദ്യം അതെ. അപ്പൊ ഈ കോമ്പറ്റീഷൻ ഒരുപാട് ഉണ്ടാവും. പെട്ടെന്ന് ഞാൻ വേറെ ഇതിലേക്ക് പോയി, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ കോമ്പറ്റീഷൻ ഒരുപാട് ഉണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും ചേഞ്ച് എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ PCO ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായാലും മൊബൈൽ വന്നപ്പോഴേക്കും PCO പൂട്ടി ഇല്ലേ. അപ്പോൾ ചേഞ്ചിലേക്ക് നമ്മൾ പെട്ടെന്ന് കടക്കാനുള്ള ഒരു മനസ്സാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണ്. ഇഫ് യു ആർ റെഡി ടു ചേഞ്ച്, യു വിൽ ബി എ സക്സസ്ഫുൾ പേഴ്സൺ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മൾ മുമ്പ് തിയേറ്ററുകളൊക്കെ വീരയ്യ, ശീമാട്ടി, വിദ്യ അങ്ങനെയുള്ള തിയേറ്ററിൽ ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഉണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ തിയേറ്ററുകൾ ഉണ്ടോ? ഇപ്പൊ സ്ക്രീൻസ് അല്ലേ. അപ്പം ഇപ്പൊ സ്ക്രീൻസിൽ തന്നെ പുതിയ 4K അല്ലേ, പുതിയ പുതിയ പരീക്ഷണങ്ങൾ. അപ്പോൾ ചേഞ്ച് വിൽ ബി ദെയർ ഓൾവേസ്. ആ ചേഞ്ച് കൊണ്ടും നമ്മുടെ സർവീസിലെ പുതുമകൾ കൊണ്ടും ഇന്നവേഷൻ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്താണ് പുതുതായിട്ട് കൊടുക്കുന്നത് അത് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, എനി മോർ ക്വസ്റ്റ്യൻസ്? So I think it is a right note to end with the statement that all of us will have to make changes to our life at certain point of time. Hopefully this is a right time to make a change in terms of your thought process as to what is going to happen in future. എല്ലാവരും ഒന്നും ഓൺട്രപ്രണർ ആകില്ല എന്നുള്ളത് നമുക്കറിയാം. There are successful entrepreneurs, there are entrepreneurs who might not succeed, but we will all learn. At the end of the day, learning is more important. എല്ലാവരും നല്ല ഒരു ഓൺട്രപ്രണർ ആകാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. The purpose of having such sessions is not to make all of you entrepreneurs, to be very honest. It is probably not possible also. But the objective is to make you think whether I am fit for this profession or not, or this entrepreneurship, is it a cup of tea for me or not. ആ ഒരു തോട്ട് എങ്കിലും അറ്റ്ലീസ്റ്റ് കൊണ്ടുവരണം എന്നുള്ളൊരു ആംഗിളിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നത്. ടു ബി വെരി ഓണസ്റ്റ്, വളരെ സംതൃപ്തിയോടെയാണ് നമ്മൾ ഇന്ന് ഈ സെഷൻ എൻഡ് ചെയ്യുന്നത്.
ഇന്നലെ നിതിൻ സാറ് പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഈ 7 ഓൺടർപ്രണേഴ്സിനെ വെച്ചുകൊണ്ട് നമുക്കൊരു ജസ്റ്റിഫയബിൾ ടൈം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? ഐ എം ഷുവർ ഇഫ് all of them would have come individually, maybe the learning would have been much better, because എല്ലാവരുടെയും ഒരു individual journey itself will give us a lot of learning. Unfortunately, we don't have time for that now. അതുകൊണ്ട് തന്നെ 7 പേരും ചേർന്ന് 2021 ഞങ്ങൾ തുടങ്ങിയപ്പോൾ one of our agenda was to have a summit, entrepreneurial summit. അപ്പൊ അതിൽ ഞങ്ങളുടെ ലക്ഷ്യം കുറച്ച് സെൽഫിഷ് ആയിട്ട് കൊമേഴ്സ് അലൂമിനൈസിനെ മാത്രം വെച്ചുകൊണ്ട് ഒരു ഓൺടർപ്രണർഷിപ്പ് ഇവന്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. We had 7 or I think 5 entrepreneurs agree ചെയ്തിരുന്നു. കൊയർ, ടൂറിസം, അങ്ങനെ പല സെക്ടേഴ്സിൽ നിന്നും 4-5 പ്രാവശ്യം ഡേറ്റും ഫിക്സ് ചെയ്തു. 5 പ്രാവശ്യവും നടന്നില്ല. കാരണം ഒരാൾക്ക് പറ്റുമ്പോൾ മറ്റൊരാൾക്ക് പറ്റില്ല, അങ്ങനെയുള്ളത്. നിതിൻ സാർ എന്നോട് ആക്ച്വലി ആദ്യം പറഞ്ഞിരുന്ന, സാറേ ഞങ്ങൾ വന്നിരിക്കും, സാർ ഒരാഴ്ച മുന്നേ ഞങ്ങൾക്ക് ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് പറഞ്ഞാൽ മതി, വി വിൽ ഓൾ കം, കാരണം അത് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ് എന്നുള്ള ഒരു ആംഗിളിൽ ഐ എം എസ്പെഷ്യലി താങ്ക്ഫുൾ ടു കെൻ ആൻഡ് ഓൾ ദ ഓൺടർപ്രണേഴ്സ് ഹു ഹാവ് കം ഓവർ ഹിയർ. നമ്മളെല്ലാരും മനസ്സിലാക്കണം, ഇപ്പൊ സാർ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ചിലർക്ക് ബിസിനസിന്റെ കോൾസ് വരുന്നു, അല്ലെങ്കിൽ ശരത്ത് പറഞ്ഞ പോലെ നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നു. സോ ദേ ആർ ഇൻ ടു ബിസിനസ്. ആ രീതിയിൽ ഇൻവോൾവ് ആയിരിക്കുമ്പം ഇത്രയും സമയം ഒരു 2-2.5 മണിക്കൂർ നമ്മൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ടഫ്. ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് SD കോളേജ് എന്നുള്ള രീതിയിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ഞങ്ങൾ എല്ലാവരും all together, let's give a standing ovation to all the 7 entrepreneurs.